യെസ് മക്കളെ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഗുഡ് മോർണിംഗ് എവരി വൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും നിവർന്നിരിക്കുക, കണ്ണുകളൊക്കെ അടച്ച് നല്ല ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, ശേഷം ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, സാവധാനം പുറത്തേക്ക്. വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക്. ഒരിക്കൽ കൂടി ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക്. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് അർപ്പിക്കുന്നതായി മനസ്സിൽ കരുതുക. നല്ലപോലെ പഠിക്കാൻ പറ്റണമെന്നും പഠിപ്പിക്കുന്ന ഓരോ കാര്യവും നല്ലപോലെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നും കിട്ടുന്ന ഓരോ അറിവും ജീവിതത്തിൽ ഉപകാരമുള്ള അറിവാക്കി തരണമെന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്നത്തെ എക്സാം എളുപ്പകരമാക്കി തരണമെന്നും പഠിച്ചത് മാത്രം വരണമെന്നും ആ വന്നതൊക്കെ നല്ലപോലെ ഓർമ്മയോടുകൂടി നല്ല രീതിയിൽ എഴുതി വയ്ക്കാൻ പറ്റണമെന്നും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേരൻസ്, ടീച്ചേഴ്സ് എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർക്കും വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മക്കളെ, വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, സാവധാനം പുറത്തേക്ക്. ഒരിക്കൽ കൂടി ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവധാനം പുറത്തേക്ക്. നല്ലൊരു പുഞ്ചിരിയോടുകൂടി പതിയെ കണ്ണുകൾ തുറക്കാം. യെസ്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് എവരി വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ, ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നും കൂടി എടുത്തു തരാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഒന്നുകൂടി എടുത്തു തരാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ പരിപാടി നടത്താം. നിങ്ങൾക്ക് പഠിക്കാൻ ടൈം വേണമെന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്നും കൂടി ഇന്നലെ ഓടിച്ചാണ് നമ്മൾ പെട്ടെന്ന് പോയത്, ടൈം കുറവായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി എടുത്തു പോവാണ്. ഓക്കെ, നമുക്ക് നോക്കാം കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ. ഈ കോമ്പൗണ്ടിലുള്ള കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഇന്നലെ കാണിച്ചു തന്നായിരുന്നു. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുവാണ്. ഓക്കെ, കോമ്പൗണ്ട് ഇതാണ്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കേസ്, ഇതിൻ്റെ ഒപ്പം തന്നെ ബേസ് പറഞ്ഞു പോവാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ട കേസ്, ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കോർഡിനേഷൻ സ്ഫിയർ അല്ലെങ്കിൽ കോർഡിനേഷൻ എൻറ്റൈറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ കോർഡിനേഷൻ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള. അതേസമയം ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറമേ ഉള്ളവനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് നോൺ കോംപ്ലക്സ് പാർട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന പാർട്ടാണ് എന്ത്, കോംപ്ലക്സ് പാർട്ട്. കോംപ്ലക്സ് പാർട്ട് അല്ലാതെ നിൽക്കുന്ന, പുറത്ത് നിൽക്കുന്നവനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, നോൺ കോംപ്ലക്സ് പാർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതില് നിങ്ങൾക്ക് അറിയാം, ഇതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെ. ഈ കൊബാൾട്ട് എന്ന് പറയുന്നതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ NH3 6 ടൈംസും സിയിലും ഇവിടെ എന്താണ്, ലിഗാൻസ് ആണ്. ഓക്കെ, ലിഗാൻസ് ആണ്. അപ്പോൾ നമ്മൾ പേര് കൊടുക്കാൻ, അതായത് IUPAC നോമൻക്ലേച്ചർ കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്സിഡേഷൻ നമ്പർ, അതായത് ആരുടെ ഓക്സിഡേഷൻ നമ്പറാണ്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യണം. ഇതൊരു കാറ്റയോണിക് ലിഗാൻഡ് ആണ്. ഓക്കെ, കാറ്റയോണിക് ആണ്, ഇത് കാറ്റയോണിക് കോംപ്ലക്സ് ആണ്. കാരണം എന്തുകൊണ്ടാണ് കാറ്റയോണിക് എന്ന് പറയാൻ കാരണം, കോർഡിനേഷൻ സ്ഫിയറിലാണ് തുടങ്ങുന്നത്, നോൺ കോംപ്ലക്സ് പാർട്ട് അതിന് ശേഷമാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, കാറ്റയോണിക് പാർട്ടായിരിക്കും. പിന്നെ നോൺ കോംപ്ലക്സ് പാർട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷമാണ് കോർഡിനേഷൻ സ്ഫിയർ വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, ആനിയോണിക് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് കാറ്റയോണിക് ആണ്. കാറ്റയോണിക് വരുമ്പോൾ നമ്മൾ എന്താണ്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് നമ്മൾ ATE എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട. അതേസമയം ആനിയോണിക് ആണ്, ആദ്യം തന്നെ എന്താണ്, നോൺ കോംപ്ലക്സ് പാർട്ടും ശേഷമാണ് കോർഡിനേഷൻ സ്ഫിയർ വരുന്നതെങ്കിലോ അതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റം അവസാനിക്കേണ്ടത് ATEയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട്. ഇതിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാണ്. NH3 H2O പോലുള്ളവരൊക്കെ എന്തായിരിക്കും, അവരൊക്കെ ന്യൂട്രൽ മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ NH3 അല്ലെങ്കിൽ H2O ഒക്കെ വന്നാൽ അതെന്തായിരിക്കും, ന്യൂട്രൽ മോളിക്യൂൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, 0 ആണ്. ഓക്കെ, 0 ആയിരിക്കും. 0 × 6 എന്ത് തന്നെയാണ്, 0 തന്നെയാണ് വരുന്നത്. ക്ലോറിൻ അറിയാം, ഹാലജൻസ് ആണ്.
17th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയാം എന്താണ് -1 ആണ്. സോ ഇവിടുത്തെ ഈ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഓക്കെ, ഇനി ഇവിടെയും ആ സെയിം രീതി തന്നെ ക്ലോറിൻ -1 ആണ്. 2 ക്ലോറിൻ ഉണ്ട്. സോ എന്ത് വരും? 2 × -1 എത്ര തന്നെയാണ്? -2 ആണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ മൊത്തം ആഡ് ചെയ്യണം. ഇവരെ മൊത്തം ആഡ് ചെയ്യുമ്പോൾ 0 + -1 + -2 അല്ലെ. -1 ഉം -2 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി മക്കളെ? -3 കിട്ടും അല്ലെ. -3 ആണ് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നേരെ ഓപ്പോസിറ്റ് ചാർജ് എടുക്കണം. എന്താ? +3. ആ +3 ആയിരിക്കും ആരുടെ ഓക്സിഡേഷൻ നമ്പർ? ഇവന്റെ കോബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാനുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്സിഡേഷൻ നമ്പർ +3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ IUPAC നെയിം കൊടുക്കുമ്പോൾ എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ്. കൂടെ നമുക്കൊരു IUPAC നെയിം കൂടെ ഒന്ന് കൊടുത്തു പോയാലോ? നമുക്ക് വെറുതെ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ IUPAC നെയിം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാം? നമ്മൾ ലിഗാൻഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. കോർഡിനേഷൻ സ്ഫിയർ നമ്മൾ ആദ്യം ആരാണ് കിടക്കുന്നത് അവനെ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ആനിയോണിക് ആണെങ്കിൽ നമുക്ക് നോൺ കോംപ്ലക്സ് പാർട്ട് ആയിരിക്കും ആദ്യം കിടക്കുന്നത്. നോൺ കോംപ്ലക്സ് പാർട്ട് വെച്ച് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇത് കാറ്റയോണിക് പാർട്ടിലാണ് കിടക്കുന്നത്. കോർഡിനേഷൻ സ്ഫിയറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കണം ആദ്യം എടുക്കേണ്ടത്? ലിഗാൻഡ്സിനെയാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ഓക്കെ, ലിഗാൻഡ്സിന് ഫസ്റ്റ് പേര് കൊടുക്കണം. ലിഗാൻഡ്സിന് ഫസ്റ്റ് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഒന്നിൽ കൂടുതൽ ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ്, ഫോർ എക്സാമ്പിൾ ഹെട്രോലെപ്റ്റിക് ലിഗാൻഡ്സ് അല്ലെ, അതിനെയാണ് നമ്മൾ എന്താ ഒന്നിൽ കൂടുതൽ ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹെട്രോലെപ്റ്റിക് ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഹെട്രോലെപ്റ്റിക് ലിഗാൻഡ്സിൽ അക്കോർഡിംഗ് ടു ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെ, ആൽഫബറ്റിക് ഓർഡറിന്റെ ബേസിസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇതിന് പേര് കൊടുക്കാൻ. നമുക്കറിയാം NH3 അമീനാണ്, സിയിൽ ക്ലോറിൻ ആണ്. സോ എയും സിയും ആണ്. അപ്പം നമുക്കറിയാം അമീൻസിന്റെ പേരാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അമീൻസ് അവിടെ എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ് ഉണ്ട്. സോ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കും? ഹെക്സ അല്ലെ, ഹെക്സ അമീൻ അല്ലെ. അമീൻസിനും അക്വയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യില്ല? അക്വോ അല്ലെങ്കിൽ അമീനോ എന്നൊന്നും വിളിക്കില്ല. എന്താണ്? ജസ്റ്റ് ആ പേര് തന്നെയായിട്ടാണ് പറഞ്ഞു പോകുള്ളൂ. ഹെക്സ അമീൻ കഴിഞ്ഞു. ഇനി എന്താണ്? ഒരു ക്ലോറിനുള്ളൂ. സോ നമ്മൾ എന്താണ്? ഹെക്സ അമീൻ ക്ലോറിഡോ അല്ലെ, ഹെക്സ അമീൻ ക്ലോറിഡോ, ഹെക്സ അമീൻ ക്ലോറിഡോ. ഓക്കെ, ക്ലോറിഡോ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുന്നത്? കൊബാൾട്ടിന്റെ കേസ് പറയാണ്, സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? കൊബാൾട്ട് അല്ലെ, കൊബാൾട്ട്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെന്ന് കണ്ടുപിടിച്ചു. സോ എന്താണ്? 3 ആണ്. ഇനി എന്താണ് ഉള്ളത്? ഡൈക്ലോറൈഡ് അല്ലെ. ഡൈക്ലോറൈഡ് എന്ന് പറഞ്ഞായിരിക്കണം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഡൈക്ലോറൈഡ്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഹെക്സ അമീൻ ക്ലോറൈഡ്, കൊബാൾട്ട് 3, ഡൈക്ലോറൈഡ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചോളണം, കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നെയിമിങ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇതിന്റെ ഒപ്പം അങ്ങ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെർണേഴ്സ് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം എക്സാംസിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് വെർണേഴ്സ് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്. നമുക്ക് നോക്കാം. Okay, in coordination compounds, metal show 2 types of valencies, primary and secondary. എന്താണ്? പ്രൈമറിയും സെക്കൻഡറി വാലൻസികൾ ആയിരിക്കും. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ മെറ്റൽസ് 2 വാലൻസീസ് കാണിക്കും. പ്രൈമറി വാലൻസിയും കാണിക്കും, സെക്കൻഡറി വാലൻസിയും കാണിക്കും. അതിൽ പ്രൈമറി വാലൻസീസ് ആർ നോർമലി അയോണൈസബിൾ. എന്താണ്? പ്രൈമറി വാലൻസീസ് നോർമലി എന്താണ്? അയോണൈസ് ചെയ്ത് വെക്കും. ഓക്കെ, അതായത് അയോണൈസബിൾ എന്ന് വെച്ചാൽ അയോണൈസേഷനിൽ പങ്കെടുക്കും. അതായത് ചാർജസ് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ആൻഡ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. അവരെന്താണ്? നെഗറ്റീവ് അയോണുകൾ വെച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് ദ സെക്കൻഡറി വാലൻസീസ് ആർ നോൺ അയോണൈസബിൾ. സെക്കൻഡറി വാലൻസീസ് എന്ത് ചെയ്യില്ല? അയോണൈസേഷൻ ചെയ്യില്ല. എന്നാൽ അവരെന്താണ്? ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോണുകൾ തമ്മിലും ആയിട്ട് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും നിൽക്കുക. നെക്സ്റ്റ് ദ സെക്കൻഡറി വാലൻസീസ് ഈക്വൽ ടു ദ കോർഡിനേഷൻ നമ്പർ ആൻഡ് ഫിക്സഡ് ഫോർ എ മെറ്റൽ. അതായത് സെക്കൻഡറി വാലൻസി എന്താണ്? കോർഡിനേഷൻ നമ്പറിനോട് എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ അത് എന്താണ്? ഒരു മെറ്റലിന് ഫിക്സഡ് ആയിരിക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ദ അയോൺസ് ഓർ ഗ്രൂപ്സ് ബൗണ്ട് ബൈ ദ സെക്കൻഡറി ലിങ്കേജസ് ടു ദ മെറ്റൽ ഹാവ് ക്യാരക്ടറിസ്റ്റിക് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് കോർഡിനേഷൻ നമ്പർ. അതായത് ഇപ്പൊ സെക്കൻഡറി വാലൻസിനോട് അടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അയോണുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ്? സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സിലായിരിക്കും. ഒക്ടാഹൈഡ്രൽ, ടെട്രാഹൈഡ്രൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സിലായിരിക്കും നിൽക്കുക. അക്കോർഡിംഗ് ടു ദെയർ
എന്താണ് കോർഡിനേഷൻ നമ്പർ, എന്താണ് കോർഡിനേഷൻ നമ്പറിന്റെ ബേസിസിൽ കേട്ടോ. കോർഡിനേഷൻ നമ്പർ ഇപ്പൊ 4 ആണ് കോർഡിനേഷൻ നമ്പർ എങ്കിൽ അത് എന്തായിരിക്കും, ടെട്രാഹൈഡ്രൽ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതുപോലെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലായിരിക്കും കൃത്യമായിട്ട് അയോണുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേർണേഴ്സ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം കേട്ടോ. അതിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തായാലും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സിമ്പിളാണ്, ഇതൊക്കെ ചോദിക്കട്ടെ. ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചതായിരുന്നു എന്താ, IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് അല്ലെ. IUPAC നെയിം ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടെത്തുക. അറിയില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ പറഞ്ഞു തരുവാണ്. നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ആദ്യത്തെ കോമ്പൗണ്ട് എടുക്കുവാണ്. ഏതാണ്, K3 അല്ലെ, FeC2O4 3 ടൈംസ്. ഇതാണ് ഫസ്റ്റ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ C2O4 എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താണ് അറിയാം മക്കളെ, ഓക്സലേറ്റ് ആണ് കേട്ടോ. ഓക്സലേറ്റ് അയോൺ ആണ്, ഓക്സലേറ്റ് അയോൺ. ഓക്കെ, ഈ ഓക്സലേറ്റ് അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഓക്കെ, ഓക്സലേറ്റ് അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്, എഴുതിയിട്ടുള്ളത് കേട്ടോ. ആവശ്യം വരും, ഫൈനൽ എക്സാംസിനൊക്കെ ആവശ്യമായിട്ട് നിങ്ങൾക്ക് വരും. ഓക്സലേറ്റ് അയോൺ വെച്ച് കോമ്പൗണ്ട്സിന്റെ പേര് കൊടുക്കാൻ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു ആനിയോണിക്ക അല്ലെ. കാരണം എന്താണ്, നോൺ കോംപ്ലക്സ് പാർട്ട് ആദ്യം വന്നിട്ടുണ്ട്, അതിനുശേഷമാണ് എന്ത് വന്നിരിക്കുന്നത്, കോർഡിനേഷൻ സ്ഫിയർ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നോൺ കോംപ്ലക്സ് പാർട്ട് ആദ്യമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതെന്താണ്, ആനിയോണിക് പാർട്ടാണ്. അതിനുശേഷമാണ് എന്ത് വന്നിരിക്കുന്നത്, കോർഡിനേഷൻ സ്ഫിയർ വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ആനിയോണിക് ആണ്. അപ്പൊ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കേണ്ടത്, ആദ്യം നോൺ കോംപ്ലക്സ് പാർട്ടിന് കൊടുക്കണം, അതിനുശേഷം കോർഡിനേഷൻ സ്ഫിയറിലെ ലിഗാൻസിന് കൊടുക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് കൊടുക്കണം. സെൻട്രൽ മെറ്റൽ ആറ്റം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, സെൻട്രൽ മെറ്റൽ ആറ്റം ആനിയോണിക്കിൽ എങ്ങനെയായിരിക്കണം മക്കളെ തീരേണ്ടത്, ATE അല്ലെ. ATE എന്ന് പറഞ്ഞായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവസാനിക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുവാണ്. അപ്പൊ ഫസ്റ്റ് എന്താണ്, K ആണ്, K പൊട്ടാസ്യം ആണ്. സോ പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യം. പൊട്ടാസ്യത്തെ നമ്മൾ വേറെ ഒന്നും പറയണ്ട, പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി. ഓക്കെ, നമുക്ക് വേറൊരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അത് ഫസ്റ്റ് കണ്ടുപിടിക്കണ്ടേ. എന്താണ്, ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യണം, ഫസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. എന്താ ചെയ്യേണ്ടത്, ഓക്സലേറ്റിന്റെ -2 ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 3 അല്ലെ, 3 പേരുണ്ട്. സോ ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, -6 കിട്ടി ഇല്ലേ. K എന്താണ്, Kയുടെ നമുക്കറിയാം എന്താണ്, പൊട്ടാസ്യം +1 ആണ്. സോ +1 ഇൻറ്റു അവിടെ 3 പേരുണ്ട്. സോ നമ്മൾ എത്ര കിട്ടി, പ്ലസ് അല്ലെ, +3 തന്നെ നമുക്ക് കിട്ടി. +3യും -6ഉം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ, +3യും -6ഉം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ -3 കിട്ടും അല്ലെ. -3 +3 -6 ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും, -3 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഈ -3നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയ +3 ആയിരിക്കും ആരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, Feയുടെ ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടുക. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് +3 കിട്ടി ആർക്ക്, Feക്ക്. ഇനി പേര് കൊടുക്കുവാണ്, പൊട്ടാസ്യത്തിന് പേര് കൊടുക്കുമ്പോൾ പൊട്ടാസ്യം എന്ന് ഫസ്റ്റ് കൊടുക്കുക, പൊട്ടാസ്യം അല്ലെ, പൊട്ടാസ്യം കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലുള്ള പേര് കൊടുക്കണം. അതിൽ നമ്മൾ ആദ്യം ലിഗാൻസിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. 3 ലിഗാൻഡ് ഉണ്ട് അല്ലെ, 3 പേരായിട്ടാണ് നിൽക്കുന്നത്. സോ എന്താണ്, ട്രൈ അല്ലെ, പൊട്ടാസ്യം ട്രൈ അല്ലെ, ട്രൈ ഓക്സലേറ്റോ അല്ലെ, ട്രൈ ഓക്സലേറ്റോ, ട്രൈ ഓക്സലേറ്റോ. എന്നിട്ട് എന്ത് കൊടുക്കണം, അയൺ അല്ലെ, അയണൈറ്റ് എന്ന് പേര് കൊടുക്കില്ല, പകരം എന്താ അവിടെ പറയേണ്ടത്, ഫെറൈറ്റ്. ഞാൻ താഴെ എഴുതുന്ന UPSC നെയിം എഴുതുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നേരെ എഴുതണം കേട്ടോ. ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് താഴെ എഴുതുവാണ്, ഫെറൈറ്റ്. ഓക്കെ, ഫെറൈറ്റ് എന്ന് പറഞ്ഞാൽ അവസാനിക്കണം. കാരണം ഇതൊരു ആനിയോണിക് ലിഗാൻഡ് ആയതുകൊണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റം ഏതിൽ തീരണം, ATEയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. സോ ഫെറൈറ്റ് എന്ന പേര് വന്നു. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, 3 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, റോമൻ ലെറ്ററിൽ 3 എന്ന് കൊടുത്തു. മനസ്സിലായോ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇതുപോലെ തന്നെ അടുത്തത് എങ്ങനെ കൊടുക്കാം, ഇതിന്റെ ഈ കോമ്പൗണ്ട് എടുക്കുമ്പോഴും ഈ കോമ്പൗണ്ട് എടുത്ത് കാണിച്ചു തരാം. പ്ലാറ്റിനം NH3H2O ഇതിന് നോൺ കോംപ്ലക്സ് പാർട്ട് എന്ന് പറയാനില്ല അല്ലെ, എല്ലാം എന്താണ്, ഫുൾ ആയിട്ട് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്, കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് പ്ലാറ്റിനം ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. സോ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ NH3യും H2Oയും എന്താണ് മക്കളെ, ഒരു
ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. സോ എന്താണ്, രണ്ടുപേരുടെയും ഓക്സിഡേഷൻ നമ്പർ 0 ആയി പോയി. പിന്നെ ഇവിടെയുള്ള 2 ക്ലോറിനാണ്. ഈ 2 ക്ലോറിൻ എന്താണ് 2 into -1 അല്ലെ, -1 ആണ് ഹാലജൻസിന്റെ എന്ത് ഓക്സിഡേഷൻ നമ്പർ 2. സോ 2 into -1 എത്ര കിട്ടി, -2 കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്ലാറ്റിനം എത്രയായിരിക്കും, +2 ആയിരിക്കും അല്ലെ, പ്ലാറ്റിനം +2 ആണ് കിട്ടി. ഇനി നമ്മൾ പേര് കൊടുക്കുകയാണ്, ലിഗാൻസിനാണ് പേര് കൊടുക്കേണ്ടത്. ഫസ്റ്റ് അമീൻസും ഉണ്ട്, അക്വയും ഉണ്ട് അല്ലെ, പിന്നെ ക്ലോറിനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 പേരാണ് എന്ത് നിൽക്കുന്നത്, കൂടെ നിൽക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, പേര് കൊടുക്കുമ്പം ആ ഓർഡറിൽ അങ്ങ് പേര് കൊടുത്തു പോകണം. ഓക്കെ, അമീനും ഉണ്ട്, അക്വയും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പോൾ AMAQ പിന്നെ C അല്ലെ, അങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. സോ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം അമീൻസിന് പേര് കൊടുക്കണം. അമീൻസ് അവിടെ ഒരെണ്ണേ ഉള്ളൂ അല്ലെ, അതുകൊണ്ട് നമ്മൾ അമീൻ എന്ന് തന്നെ പേര് കൊടുത്തു, അമീൻ. ഓക്കെ, ഇനി എന്താണ്, ഒരു അക്വ ഉണ്ട്, അമീൻ അക്വ. ഇനി എന്താണ്, 2 ക്ലോറിനുണ്ട്, സോ ഡൈ ക്ലോറിഡോ അല്ലെ, ഡൈ ക്ലോറിഡോ. അതിനുശേഷം സെൻട്രൽ മെറ്റൽ ആറ്റം എന്താണ്, പ്ലാറ്റിനം. സോറി, പ്ലാറ്റിനം. പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. സോ ബ്രാക്കറ്റിൽ റോമൻ ലെറ്റർ 2. ക്ലിയർ ആണല്ലോ, ആണല്ലോ, എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ, IUPAC നെയിം എഴുതാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ, അതുകൊണ്ട് പഠിച്ചു വെച്ചോളണം. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതിൻ്റെ ആൻസർ കാണിച്ചു തരാം. ആൻസർ ആണിത്. ഓക്കെ, ഞാനിപ്പോൾ വരച്ച് കാണിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് കാണിച്ചതാണ്. പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റ് ഓഫ് ഫെറൈറ്റ് 3ഉം അമിനോ അക്വ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് IUPAC നെയിം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓർഗാനിക്കിനെ പോലെ തന്നെയാണ്, എന്താണ്, കുറച്ച് മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി മാർക്ക് കിട്ടുന്ന പരിപാടിയൊന്നും ഇല്ല. മൊത്തം കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ, അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹൈഡ്രൽ ആൻഡ് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് ഡയഗ്രാംസ്. നീറ്റ് ഡയഗ്രാംസ്, അതായത് നീറ്റ് ഡയഗ്രാംസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ ഡയഗ്രാംസിന് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഡയഗ്രാംസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിനുശേഷമാണ് എന്തുള്ളൂ, എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻസ് ഉള്ളൂ. സോ ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഏതാണ്, ആദ്യം ഒക്ടാഹൈഡ്രൽ. ഒക്ടാഹൈഡ്രലിന്റെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഇനി ഇങ്ങനെ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ വരയ്ക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്, അതായത് ആ ഒരു സ്പ്ലിറ്റിങ്ങിലല്ലാതെ നിൽക്കുമ്പോൾ, ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എന്താണ്, d ഓർബിറ്റൽസ് നമ്മൾ 5 എണ്ണമാണ് അല്ലെ, 5 ഓർബിറ്റൽ, 1 2 3 4 5 5 ഓർബിറ്റൽസ് ആണ് വരയ്ക്കേണ്ടത്. അതെന്ത് ചെയ്തു, സ്പ്ലിറ്റിങ്ങിന് വിധേയമാകുക. അത് ലിഗാൻസിന്റെ പ്രസൻസ് വരുമ്പോൾ, ലിഗാൻസ് ഇല്ലാതെ നിൽക്കുമ്പോഴും എന്താണ്, ആദ്യത്തെ 3 പേരെന്തായിരുന്നു, ആദ്യത്തെ 3 പേരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, T2G അല്ലെ, T2G എന്നും അവസാനത്തെ 2 പേരെ വിളിക്കുന്ന പേരെന്താണ്, EG എന്നുമാണ് വിളിക്കുന്നത്. ശരിയാണല്ലോ? ഓക്കെ, ഇങ്ങനെ ഈ ഒരു സ്പ്ലിറ്റിങ്ങിന് വിധേയമാകുമ്പോൾ എന്താകും, സ്പ്ലിറ്റിങ്ങിന് വിധേയമാകുമ്പോൾ ഇവരെ എങ്ങനെയായിരിക്കും വിധേയമാകുന്നത്, ഒക്ടാഹൈഡ്രൽ ആണെങ്കിൽ EGയുടെ എനർജി T2Gനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, EGയുടെ എനർജി എന്ന് പറയുന്നത് T2Gനേക്കാളും കൂടുതലായിരിക്കും ഒക്ടാഹൈഡ്രലില്. ഓക്കെ, ഒക്ടാഹൈഡ്രലില് ഇവരുടെ ആവറേജ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, ഡെൽറ്റ O ആയിരിക്കും ഒക്ടാഹൈഡ്രലില്. ഒക്ടാഹൈഡ്രലില് ആവറേജ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ O ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ ഒരു വരയും വരച്ചിട്ട് എനർജി എന്നും കൂടി കൊടുത്തേക്കുക. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ എന്തായി, അതിൻ്റെ ഏറ്റവും ഒരു ഡയഗ്രാം ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ആവറേജ് എനർജി ഓഫ് ദ ഡി ഓർബിറ്റൽ സ്ഫെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡ് അതൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്താൽ അത്രയും ഭംഗിക്ക് നമുക്ക് എന്ത് ചെയ്യാം, വരച്ചെടുക്കാം. ഓക്കെ, ഇതാണ് ഒക്ടാഹൈഡ്രലിന്റെ സ്ട്രക്ചർ. ടെട്രാഹൈഡ്രലിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ T2Gയുടെ എനർജി EGനേക്കാൾ കൂടും. അത് EG താഴെയും T2G എവിടെയും വരും, മുകളിലും വരും. ഓക്കെ, അതിന്റെ ആവറേജ് എനർജി എന്ന് പറയുന്നത് എന്തായി മാറും, ഡെൽറ്റ T ആയി മാറും. ടെട്രാഹൈഡ്രലില് ഡെൽറ്റ Tയും ഒക്ടാഹൈഡ്രലില് ഡെൽറ്റ Oയും ആയിരിക്കും ആ ഒരു വ്യത്യാസമുള്ളൂ. ക്ലിയർ ആണോ, സെറ്റ് ആണോ? ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ
എക്സ്പ്ലനേഷൻ പഠിച്ച് എഴുതുക. ഓക്കെ, there will be repulsion between electrons in metal d orbitals and electrons of ligand. The repulsion becomes when the d orbital of metal is direct towards the ligand. അല്ലെ, മെറ്റൽസ് എപ്പോഴാണ് റിപ്പൾഷൻ ഉണ്ടാവുന്നത്? ലിഗാൻസിന്റെ പ്രസൻസിലാണ് എന്ത് ഉണ്ടാവുന്നത്? റിപ്പൾഷൻ ഉണ്ടാകുന്നത്. Okay, consequently dx2 y2 and dz2 which are the axis experience more repulsion. ഇവർ രണ്ടുപേരായിരിക്കും dx2 y2 അത് dz2 ഇവരായിരിക്കും എന്ത് ചെയ്യുന്നത്? മോർ റിപ്പൾഷനിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ എനർജി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത EG ഓർബിറ്റൽ എന്താണ് അവിടെ ഈ EG ഓർബിറ്റലിന്റെ എനർജി സെറ്റ്, അതായത് മോർ റിപ്പൾഷൻ, ഹെൻസ് ലോവർ എനർജി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത EG ഓർബിറ്റൽ സെറ്റ് dxy, dxz, dyz will be lower energy constituting the T2G set of the orbitals. ഇവിടെ T2G ആയിരിക്കും എന്ത് ചെയ്യുന്നത്? EG-നേക്കാളും എനർജി കുറവ്, EG-ക്ക് T2G-നേക്കാളും എനർജി കൂടുതലായിരിക്കും. ജസ്റ്റ് അങ്ങനെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി, അല്ലാതെ ഇങ്ങനെ വിശദമായിട്ട് ആ സെറ്റുകൾ ഏതൊക്കെയാണെന്ന് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇത് എഴുതി വെച്ചാൽ അത് T2G-ക്ക് EG-നേക്കാളും കുറവായിരിക്കും എന്ന് എഴുതി വെച്ചാൽ അതിനെന്ത് ചെയ്യും? മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? എപ്പോഴാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. എപ്പോഴാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? ലിഗാൻസും സെൻട്രൽ മെറ്റൽ ആറ്റവും കൂടി എന്താണ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ, അതായത് അവരെടുത്ത് വരുമ്പോൾ, ലിഗാൻസും സെൻട്രൽ മെറ്റൽ ആറ്റവും കൂടി അടുത്തേക്ക് വരുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? റിപ്പൾഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് റിപ്പൾഷൻ ബിക്കംസ് when the d orbital of metal is directed towards the ligand. എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഡി ഓർബിറ്റല് ലിഗാൻസിലേക്ക് എന്താണ് ഡയറക്റ്റ് ചെയ്ത് വന്നാൽ അവിടെ എന്ത് സംഭവിക്കും? റിപ്പൾഷൻ നടക്കും. ആ റിപ്പൾഷൻ വഴി അവിടെ എന്ത് നടക്കും? സ്പ്ലിറ്റിംഗ് നടക്കും. ആ സ്പ്ലിറ്റിംഗ് വഴി എന്ത് സംഭവിക്കും? T2G-നേക്കാൾ എനർജി ആർക്കുണ്ടാകും? EG-ക്ക് ഉണ്ടാകും. ഇതാണ് ഒക്ടാഹൈഡ്രൽ പറയുന്നത്. മനസ്സിലായോ? ടെട്രാഹൈഡ്രലിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? അവിടെ T2G-നേക്കായിരിക്കും EG-നേക്കാൾ എനർജി കൂടുതൽ. ഡെൽറ്റ T ആയിരിക്കും അതിന്റെ ആവറേജ് എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും വ്യത്യാസം മാത്രം വരുത്തി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞ ക്ലിയർ ആണെങ്കിൽ ഷെയറായിട്ട് ഒന്ന് കൈവീശാം. ഓക്കെ, അപ്പൊ ഡയഗ്രാം ഏറ്റവും സിമ്പിൾ ആയിട്ട് വരയ്ക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഡയഗ്രാം നിർബന്ധമായിട്ട് വരയ്ക്കണം. ഡയഗ്രാമിനാണ് ഹാഫ് മാർക്ക് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ പോയിന്റ്സ് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. there will be repulsion between electrons in a metal d orbitals and electrons of ligand. എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ d ഓർബിറ്റൽസും ലിഗാൻഡിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു റിപ്പൾഷൻ ഉണ്ടാകും. ആ റിപ്പൾഷൻ എങ്ങനെ ഉണ്ടാവുന്നത്? the repulsion becomes when the d orbital of the metal atom directed towards the ligand. എന്താണ്? ലിഗാൻഡിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വരുമ്പോൾ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഡി ഓർബിറ്റല് ലിഗാൻഡിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ റിപ്പൾഷൻ ഉണ്ടാകുന്നത്. ആ റിപ്പൾഷൻ കാരണം എന്ത് സംഭവിക്കും? സ്പ്ലിറ്റിംഗ് നടക്കും. സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? EG-യുടെ എനർജി ആയിരിക്കും T2G-നേക്കാളും കൂടുതൽ. ഓക്കെ, എവിടെ? ഒക്ടാഹൈഡ്രലില്. ഓക്കെ, ഒക്ടാഹൈഡ്രലിലെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ O ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്തായി? ഫുൾ മാർക്സ് കിട്ടി. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചത് എങ്ങനെയാണോ ആ നോട്ട് വെച്ച് നിങ്ങൾ പഠിച്ച് എഴുതാൻ നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച പോലെ എഴുതിയില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ ഈ മാർക്സ് ഒക്കെ കട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച രീതിയിൽ എഴുതുക. അതല്ല അങ്ങനെയൊന്നും കുഴപ്പമില്ല, കെമിസ്ട്രി ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞത് എഴുതി വെച്ചാലും മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് അതിന്റെ ടെട്രാഹൈഡ്രലിന്റെ വരുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അതായത് T2G-ക്ക് ആയിരിക്കും എനർജി കൂടുതൽ, EG-ക്ക് എന്തായിരിക്കും? എനർജി കുറവായിരിക്കും. നേരെ തിരിച്ചു വരച്ചാൽ മതി. മുകളിൽ T2G, താഴെ EG. അവിടെ ആവറേജ് വരുമ്പോൾ എന്ത് വരും? ഡെൽറ്റ T വരും. ആവറേജ് എനർജി വരുമ്പോൾ ഡെൽറ്റ Oക്ക് വരും, ഡെൽറ്റ T വരും. എന്നിട്ട് ഞാൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് എഴുതുക. The tetrahedral crystal field splits these orbitals into the same T2G and EG sets of the orbitals as does the octahedral crystal field. But two orbitals in the EG set are now lower in energy than the three orbitals in the T2G set as shown in the figure. എന്താണ്? ഇവിടെ EG-നേക്കാൾ കൂടുതൽ എനർജി ആർക്കായിരിക്കും? T2G-ക്ക് ആയിരിക്കും. ഓക്കെ, ഇത്ര എഴുതി വെച്ചാൽ ടെട്രാഹൈഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സെറ്റ് ആകും. സെറ്റ് ആണോ? എല്ലാവർക്കും മനസ്സിലായോ?
ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇന്നും ചോദിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷൻ ആണ് VBT. ഓക്കെ, വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറിയിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്തോളണം, വാലൻസ് ബോണ്ട് തിയറി എന്താണെന്ന് നിങ്ങൾ എഴുതി വെച്ചോളണം. മനസ്സിലായോ? അത് ഫൈനൽ എക്സാമിനൊക്കെ അങ്ങനെ എഴുതി വെച്ചാൽ മാർക്സ് കിട്ടും. വാലൻസ് ബോണ്ട് തിയറി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വാലൻസ് ബോണ്ട് തിയറിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോസ്റ്റ്ലേറ്റ്സോ എന്തെങ്കിലും എന്താണ് ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എന്നിട്ട് ആ കോമ്പൗണ്ട് വെച്ച് എന്ത് ചെയ്യാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കോമ്പൗണ്ടിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, ഗ്രാഹ്യം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടഫുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാലൻസ് ബോണ്ട് തിയറിയുടെ എന്ത് എഴുതി വെച്ചോളണം, അത്യാവശ്യം പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും എഴുതി വെച്ചോളണം. അപ്പൊ അതിനൊരു ഹാഫ് മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് ജോമെട്രി അറിയാമെങ്കിൽ ജോമെട്രി എന്ത് ചെയ്യണം, എഴുതി വെക്കുക. ഓക്കെ, ജോമെട്രി അറിയാമെങ്കിൽ ജോമെട്രി എഴുതി വെക്കുക, അതിന്റെ സ്ട്രക്ചറും എന്താണെന്ന് എന്ത് എഴുതി വെച്ചിരിക്കുക, എഴുതി വെച്ചേക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ geometrical isomerism is not possible in tetrahedral complexes having two different types of unidentate ligand coordinated with the central metal ion. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജോമെട്രിക്കൽ ഐസോമർസം ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസിൽ നടക്കുന്നില്ല. എപ്പോഴാണ്? ഹാവിംഗ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്. എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണ്, രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ആണെങ്കിൽ എന്ത് നടക്കുന്നില്ല, അവിടെ ജോമെട്രിക്കൽ ഐസോമർസം നടക്കുന്നില്ല. അത് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, ടെട്രാഹൈഡ്രൽ എന്ന് പറയുമ്പോൾ തന്നെ ടെട്രാ എന്ന് പറയുമ്പോൾ അറിയാം എന്താണ്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് എത്ര ലിഗാൻഡ്സ് ഉണ്ടാവും മക്കളെ? 4 ലിഗാൻഡ്സ് ഉണ്ടാവും ഇല്ലേ? ആ 4 ലിഗാൻഡ്സിൽ 2 പേര് എന്തായിരിക്കും, ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ജിയോമെട്രിക്കൽ ഐസോമർസം പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് Ma2B2. അതായത് എന്താണ്, Ma2 സെൻട്രൽ മെറ്റൽ ആറ്റം ആയിരിക്കും എന്ത്, M എന്ന് പറയുന്നത്. A2 B2 എന്തായിരിക്കും, 2 ലിഗാൻഡ്സ് ആയിരിക്കും. ഇവരുടെ ട്രാൻസും സിസ് ഐസോമേഴ്സും വരയ്ക്കാനാണ്, എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരിക്കുന്നതാണ്. സിസ് ഐസോമേഴ്സും ട്രാൻസ് ഐസോമേഴ്സും വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. ജിയോമെട്രിക്കൽ ഐസോമേഴ്സ്, the relative position of unidentate ligands attached to central metal atom shall be unequal. എന്താണ്? അതായത് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിൽ യൂണിഡെൻഡേറ്റ് ലിഗാൻസ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻസ് ആണെങ്കിൽ ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അവര് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യില്ല, അറ്റാച്ച് ചെയ്യില്ല. അതായത് ഇപ്പം യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് രണ്ടും 2 ആണ്. യൂണിഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താ അവസ്ഥ, ഒരൊറ്റ ബോണ്ടിങ് മാത്രമാണ് കാണിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ നിൽക്കുന്നവരാണ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അവര് ഒരേപോലെ വന്ന് അറ്റാച്ച് ചെയ്യുമോ? ഇല്ല. ജോമെട്രിക്കൽ ഐസോമർസത്തിന് എക്സാമ്പിൾ ആണ് സിസും ട്രാൻസും അല്ലെ, ആണല്ലോ. ഓക്കെ, സിസും ട്രാൻസും നിങ്ങൾ നോക്കിക്കേ, സിസും ട്രാൻസും ഐസോമേഴ്സ് എടുക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ 2A 2B അല്ലെ, ഈക്വൽ ആണ് അല്ലെ. ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ത് സംഭവിക്കുള്ളൂ, കാണിക്കുള്ളൂ. ഈക്വൽ അല്ല, അൺഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ജിയോമെട്രിക്കൽ ഐസോമർസം നടക്കില്ല. മനസ്സിലായോ? അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ആണെങ്കിൽ എന്ത് നടക്കില്ല, അവിടെ ജിയോമെട്രിക്കൽ ഐസോമർസം നടക്കില്ല. Okay, in case of tetrahedral complex, the positions of unidentate ligands are identical with respect to each other. എന്താണ്? ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ അവരുടെ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്സിന്റെ പൊസിഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും. ഹെൻസ് ഷോ ഒപ്റ്റിക്കൽ ഐസോമർസം ആൻഡ് നോൺ ജിയോമെട്രിക്. എന്താണ്? അവിടെ ഒപ്റ്റിക്കൽ ഐസോമർസ് ആയിരിക്കും നടക്കുക, എന്തായിരിക്കില്ല, ജിയോമെട്രിക്കൽ ഐസോമർസം നടത്തില്ല. ടെട്രാഹൈഡ്രൽ കോംപ്ലക്സുകളിൽ ഒപ്റ്റിക്കൽ ഐസോമർസമാണ് നടക്കുക, എന്തല്ല നടത്തുന്നത്, ജിയോമെട്രിക്കൽ അല്ല. അതാണ് ഏറ്റവും റിലവലന്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത് ആദ്യത്തെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഇൻ കേസ് ഓഫ് ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് എന്നുള്ള ഭാഗം ഓക്കെ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത്, ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിലെ ഒപ്റ്റിക്കൽ ഐസോമർസമാണ് നടക്കുകയുള്ളൂ, എന്ത് ഐസോമർസം നടക്കില്ല, ജിയോമെട്രിക്കൽ ഐസോമർസം നടക്കില്ല എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി സിസ് ട്രാൻസ് ഐസോമർ വരയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും ഇല്ലേ, കാരണം എന്താണ്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ
രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്, ഒരേ ആളുകളാണ് നിൽക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? സിസ് ആയിരിക്കും. അതേസമയം ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? ട്രാൻസ് ഐസോമർ ആയിരിക്കും. ഓക്കെ, അത് വരച്ച് പഠിക്കണം. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും വരയ്ക്കാൻ ചോദിക്കാറുള്ളതാണ്. എല്ലാ ഐസോമർസും പഠിച്ചു വെച്ചോളണം കേട്ടോ. ഐസോമറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു ഐസോമറിസം വെച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഐസോമറിസം എന്തായാലും പഠിച്ചു വെച്ചോളാം. ഞാൻ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്തു തരുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാഫ് ഇയർലി എക്സാമിനെ ഇപ്പം കണ്ടുവരുന്നൊരു കഴിഞ്ഞ വർഷം വരെ കണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രത്യേകം എടുത്തു തരുന്നത്. ഓക്കെ, പിന്നെ നെയ്മഡ് റിയാക്ഷൻസ്, ഓർഗാനിക്കലി നെയ്മഡ് റിയാക്ഷൻസ് ഇല്ലേ? ആൽഡിഹൈഡ് കീറ്റോൺസിലൊക്കെ ആണെങ്കിൽ HBZ റിയാക്ഷൻ, അങ്ങനെ അത് ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ, അങ്ങനെയുള്ള നെയ്മഡ് റിയാക്ഷൻസും എല്ലാം എന്ത് ചെയ്തോളണം? പഠിച്ചു വെച്ചോളണം കേട്ടോ. നെയ്മഡ് റിയാക്ഷൻസ് പഠിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള റിയാക്ഷൻസ് പഠിച്ചാൽ മതി. നെയ്മഡ് റിയാക്ഷൻസ് ആണ് എപ്പോഴും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അതല്ലെങ്കിൽ എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാനിസാരോ റിയാക്ഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇത് ചോദിക്കാറുണ്ട്. ടോളറൻസ് റിയേജന്റ് അല്ലെ, ടോളറൻസ് ടെസ്റ്റ് ചോദിക്കാറുണ്ട്. അങ്ങനെ എന്താണ് കൃത്യമായി ലൂക്കാസ് ടെസ്റ്റ്, ഇതൊക്കെ എടുത്തെടുത്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? നെയ്മഡ് റിയാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. ഓർഗാനിക്കിൽ നിന്ന് പോകാം. ഓക്കെ, ഇവിടെ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ IUPAC നെയിം എന്തായാലും ഉറപ്പായിട്ട് ചോദിക്കും, ഉറപ്പാ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലെങ്കിൽ ഇവിടെ എൻ്റെ എന്താണ് അഡ്രസ്സ് ചോദിച്ചു വാങ്ങിയോന്ന് അടിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഉറപ്പാ. IUPAC നെയിം എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് വിട്ട് കളയരുത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചറൽ ഐസോമറിസം ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. സ്ട്രക്ചറൽ ഐസോമറിസം എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ 4 ഐസോമറിസം ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? അയോണൈസേഷൻ ഐസോമറിസം. ഓക്കെ, ഓരോ ഐസോമറിസം കൃത്യമായിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ കിടപ്പുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കണം. അയോണൈസേഷൻ ഐസോമറിസം. ഇനി നിങ്ങളുടെ വിറ്റ്നസിന് മെറ്റീരിയൽ ഇല്ലെങ്കിൽ മെറ്റീരിയൽ നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതങ്ങ് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഇരുന്ന് പഠിച്ചോ. ഓക്കെ, അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഐസോമേഴ്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല. ഏത് ഐസോമർ എടുത്താലും ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ് ആണ് എന്ത്? സെയിം മോളിക്കുലാർ ഫോർമുല അല്ലെ. ഐസോമറിസത്തിന്റെ എല്ലാത്തിന്റെയും പൊതുവായിട്ടുള്ള സവിശേഷതയാണ് എന്ത്? സെയിം മോളിക്കുലാർ ഫോർമുല. പക്ഷെ എന്തായിരിക്കും ഇവിടെ വരുന്നത്? ഡിഫറൻസ് ആണ്. ഓരോന്നിലും വരുന്ന ഡിഫറൻസ് ആണ് ഓരോ ഐസോമറിസത്തിനും പേര് മാറ്റുന്നത്. മനസ്സിലായോ? അതായത് സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും എല്ലാവർക്കും. അത് എല്ലാ ഐസോമർസും എടുത്താലും ആ ഐസോമർസുകൾക്ക് എല്ലാം പൊതുവായിട്ട് എഴുതാൻ പറ്റുന്നതാണ് സെയിം മോളിക്കുലാർ ഫോർമുല. പക്ഷെ അവിടെ വരുന്ന എന്തോ ഒരു ഡിഫറൻസ്, വേറെ എന്തിലോ വരുന്ന ഡിഫറൻസ് ആണ് ഓരോ ഐസോമർസുകൾക്കും എന്ത് വ്യത്യസ്ത പേര് വരാനുള്ള കാരണം. ഓക്കെ, അതെന്താ? ബട്ട് ഗീവ് ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. അയോണൈസേഷൻ ഐസോമർസം എടുത്തിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ ഫോർമുല സെയിമാ, പക്ഷെ എന്താണ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അയോണൈസേഷൻ നടന്നു കഴിയുമ്പോൾ തരുന്ന അയോൺസ് എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അയോണൈസേഷൻ ഐസോമറിസം എന്നതിനെ വിളിക്കുന്നത്. അടുത്ത സോൾവേറ്റ് ഐസോമറിസം, ഹൈഡ്രേറ്റ് ഐസോമറിസം എന്നും നമ്മൾ പേര് വിളിക്കാറുണ്ട്. ഇവിടെ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ H2O. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ വെറുതെ പറയണമെന്നുള്ളൂ കേട്ടോ. കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ 2 H2Oയും പുറത്ത് ഒരു H2Oയും ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളില് ലിഗാൻഡിന്റെ ഭാഗത്ത് 2 H2Oയും നോൺ കോംപ്ലക്സ് പാർട്ടിന്റെ ഭാഗത്ത് ഒരു H2O ഉണ്ടായിരുന്നു. ഓക്കെ, ഈ സെയിം സാധനം തന്നെ വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെ? കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളില് ഒരു H2Oയും കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ള നോൺ കോംപ്ലക്സ് പാർട്ട് 2 H2Oയും. ഓക്കെ, വ്യത്യാസം ഉണ്ടോ? കോമ്പൗണ്ടിന് ഉണ്ടോ? ലിഗാൻഡില് ആദ്യത്തെ കോമ്പൗണ്ടിൽ 2 H2O ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ ലിഗാൻഡ് ആയിട്ട് ഒരു H2O ഉള്ളൂ. പുറത്ത് 2 H2O. ഈ പുറത്ത് നിൽക്കുന്ന 2 H2Oക്ക് പറഞ്ഞ പേരെന്താണെന്നറിയോ? ഹൈഡ്രേഷൻ ഓർ ഹൈഡ്രേറ്റ് ഓഫ് ദ കോർഡിനേഷൻ എന്നാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഹൈഡ്രേറ്റ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ H2Oയുടെ നമ്പറിൽ വരുന്ന വ്യത്യാസം, ഉള്ളിലും പുറത്തും തമ്മിലുള്ള H2Oയുടെ നമ്പറിൽ വന്ന വ്യത്യാസം. പക്ഷെ മോളിക്കുലാർ ഫോർമുല എടുക്കുമ്പോൾ എന്താണ്? രണ്ടിന്റെയും സെയിം ആണ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോൾവേറ്റ് ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം ഈസ് ഷോൺ ബൈ കോംപ്ലക്സസ് കണ്ടെയ്നിങ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ്. ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്ന ആരാണ്? ആംബിഡെന്റേറ്റ് ലിഗാൻഡ് അല്ലെ. നമ്മൾ പറഞ്ഞത് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? അതൊരു ഡൈഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? രണ്ടുപേര് അല്ലെ, അവർക്ക് 2
ലിങ്ക് ഉണ്ടാക്കാൻ ലിങ്കേജസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ പോലും അവർ നിലവിൽ എന്തായിരിക്കും ഒരൊറ്റ ലിങ്കേജ് മാത്രമായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത്തരം ലിഗാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞായിരുന്നു. എക്സാമ്പിൾ ആയിട്ട് NO2 മൈനസ് O2N മൈനസും NO2 മൈനസ് എന്നുള്ളതും എന്താണ് ഓക്സിജനുമായിട്ട് അല്ലെ നൈട്രജനുമായിട്ട് എന്ത് ചെയ്യാം അവർക്ക് ബോണ്ട് നടത്താം. ഓക്സിജനുമായിട്ട് ബോണ്ട് നടത്താനുള്ള കഴിവുണ്ട്. NO2 മൈനസുമായിട്ട് നിൽക്കും, O2N മൈനസുമായിട്ട് നിൽക്കും. നേരെ തിരിച്ച് ഓക്കെ ഇവിടെ കാണിച്ചു തരാം. NO2 മൈനസുമായിട്ട് നിൽക്കും, O2N മൈനസുമായിട്ട് നിൽക്കും. ഓക്കെ അപ്പൊ രണ്ടുപേരുമായിട്ട് എന്ത് ചെയ്യാം നൈട്രജനും ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യാം ഇവിടെ ലിങ്ക് ഫോം ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഓക്കെ അത്തരം പേര് വിളിക്കുന്ന പേരാണ് എന്ത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അതിൽ CN മൈനസും NC മൈനസും. ഓക്കെ ഇതൊക്കെ എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അപ്പൊ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ് ലിങ്കേജ് ഐസോമർസം കാണിക്കുന്ന. ലിങ്കേജ് ഓഫ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ടു ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഈസ് ഡിഫറെന്റ്. എന്താണ് ഒരെണ്ണത്തിൽ NO2 മൈനസ് ആയിരുന്നെങ്കിൽ മറ്റൊന്നിൽ എന്തായിരുന്നു O2 മൈനസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. മനസ്സിലായോ? അതാണ് എന്ത് ലിങ്കേജ് ഐസോമർസം. നമ്മൾ ഒരു കോർഡിനേഷൻ സ്ഫിയറിൽ NO2 മൈനസിലായിരുന്നു നിന്നത്. അടുത്ത ലിങ്ക് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ അത് O2N മൈനസിൽ നിന്നു. ഓക്കെ അപ്പൊ എന്ത് സംഭവിച്ചു? രണ്ടുപേരും ലിങ്ക് മാറിയ ഒരാൾ നൈട്രജനും ഒരാൾ ഓക്സിജനുമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് ലിങ്കേജ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ അവരുടെ മോളിക്കുലർ ഫോർമുല എടുക്കുമ്പോൾ എല്ലാം എന്താണ് സെയിം ആണ്. അത്തരം ഐസോമർസത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ലിങ്കേജ് ഐസോമർസം. ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ഇനി അടുത്തതാണ് പറയുന്ന കോർഡിനേഷൻ ഐസോമർസം. കോർഡിനേഷൻ ഐസോമർസം occurs in compounds containing both cationic and anionic coordination spheres. എന്താണ് കോർഡിനേഷൻ ഐസോമർസത്തിൽ എന്താണ് കാറ്റിയോണിക്കും ഉണ്ടായിരുന്നു ആനിയോണിക്കും ഉണ്ടാവും. കാറ്റിയോണിക് ആൻഡ് ആനിയോണിക് എന്താണ് coordination sphere ഉണ്ടാവും. This isomers arise due to the interchange of ligands between the cationic and anionic coordination sphere. സാർ സ്ലൈഡ് ഒന്ന് മാറ്റുമോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ കാറ്റിയോണിക്കും ഉണ്ടാവും ആനിയോണിക്കും ഉണ്ടാവും. എഴുതുന്നത് ഉള്ള കോമ്പൗണ്ട് ആണെന്ന് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ AgCN ഉണ്ടെന്ന് വെക്കുക. ഓക്കെ അടുത്തതില് എന്താണ് AgNO2. ഓക്കെ ഇങ്ങനെയുണ്ടെന്ന് വെക്കുക. മനസ്സിലായോ? ഇതാണ് കാറ്റിയോൺ. ഇതിൽ എന്തുണ്ട്? കാറ്റിയോണിക്കും ഉണ്ട് ആനിയോണിക്കും ഉണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ കാറ്റിയോണിക്കും ആനിയോണിക് പാർട്ടും ഉണ്ട്. ഓക്കെ രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. ഇതിന്റെ ഐസോമർസ് എടുക്കുമ്പോൾ നേരെ തിരിച്ചു വരും. എങ്ങനെ? ഇവരെ ഇന്റർചേഞ്ച് ചെയ്യുവാണ്. ഓക്കെ ഏജിക്ക് വരാം. ഓക്കെ ഇവിടെ ഏജ് അല്ല കൊടുക്കണ്ടേ, ഇവിടെ നമുക്ക് വേറെ ആരെങ്കിലും കൊടുക്കാം. വേറെ ആരെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയതുള്ള ഇപ്പോൾ MN അല്ലെങ്കിൽ CO കൊടുക്കാം. CO ഇങ്ങനെ കൊടുക്കാം. ഓക്കെ ഇവരെ വരയ്ക്കുമ്പം AgNO2 ഇങ്ങനെയും അടുത്തതിൽ എന്താണ് COCN. ഇവിടെ എന്താണ് അയോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, അതായത് എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ലിഗാൻഡ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ശരിയാണല്ലോ? ഓക്കെ ഇത്തരം എന്താണ് ഐസോമർസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ കോർഡിനേഷൻ ഐസോമർസം. മനസ്സിലായില്ലേ? ഇവിടെ Agയുടെ കൂടിയാണ് CN, ഇവിടെ വന്നപ്പോൾ എന്തായി മാറി? COയുടെ കൂടെ CN ആയി. പക്ഷെ ഇവരുടെ എൻറ്റയർ നമ്മൾ എന്താണ് മോളിക്കുലർ ഫോർമുല എടുത്ത സെയിം അല്ലേ? എൻറ്റയർ മോളിക്കുലർ ഫോർമുല എടുത്തു കഴിഞ്ഞാൽ ഇവർ സെയിം ആണ്. ഓക്കെ ഇത് കാറ്റിയോണിക് പാർട്ടും ഉണ്ട് ആനിയോണിക് പാർട്ടും ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റിയോണിക് ആൻഡ് ആനിയോണിക് പാർട്ട് എന്ന് വിളിക്കുക. ഓക്കെ രണ്ടും കൂടി നിൽക്കുന്ന പാർട്സ് ആണ് ഇവര്. ഓക്കെ അപ്പം ഇവരുടെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആണ്. ഇവിടെ AgCN ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ AgNO2 ആയി. ഇവിടെ CONO2 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ COCN ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇന്റർചേഞ്ച് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് കോർഡിനേഷൻ ഐസോമർസം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഈ ഐസോമർസത്തിന്റെ ഭാഗം നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ അവസാന മുഹൂർത്തത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പാകത്തിനെങ്കിലും എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക. പഠിക്കാത്തവരോട് ഓക്കെ പഠിച്ചവരെന്ത് ചെയ്യുക ഒന്നുകൂടി അത് സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക. പിന്നെ ആരും പേടിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ മാത്സിന്റെ കേസ് അല്ലെങ്കിൽ ഫിസിക്സിന്റെ കേസൊക്കെ കഴിഞ്ഞു പോയത് എക്സാംസ് ആണെങ്കിൽ അത് ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരോട് പറയാം, നിങ്ങൾക്ക് മാത്സ് പേടിക്കേണ്ട, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ വീണ്ടും നിങ്ങൾക്ക് സാർമാർ എടുത്തു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഈ മാസം അവസാനം
വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ റിവിഷൻസ് ഉണ്ട്, അതായത് 3 ടൈംസ് റിവിഷൻസ് ഉണ്ട്. റിവിഷൻസിലൊക്കെ കയറി ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതോർത്ത് ടെൻഷൻ അടിച്ച് ഇനിയുള്ള എക്സാംസ് എന്ത് ചെയ്യേണ്ട, കൊണ്ടുപോയി കളയേണ്ട. ഇനിയുള്ള എക്സാംസിൽ ഇത് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്? ഇതിൽ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് അതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നും കൃത്യമായിട്ട് ടേംസ് അറിഞ്ഞിരിക്കണം. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണ്, ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണ്, ഓക്കെ, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണ്, അങ്ങനെ ഓരോ ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ്. ഓക്കെ, പോളിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇങ്ങനെ കുറച്ച് തന്നിട്ട് അതിൽ ഇത് ഇന്ന ലിഗാൻഡിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഓരോ ലിഗാൻഡ്സിനെയും നിങ്ങൾ എക്സാമ്പിൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം, പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എക്സാംസിന് പോകാൻ വേണ്ടി. ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൈഡെൻറ്റേറ്റ് ലിഗാൻഡ്? ഇവിടെ H2O ഉണ്ട്, CO3 2- ഉണ്ട്, C2O4 2- ഉണ്ട്, SO4 2- ഉണ്ട്. ഡൈഡെൻറ്റേറ്റ് ഓർ ബൈഡെൻറ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, 2 ബോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ, 2 ബോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ 2 ബോൺസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന C2 അല്ലെ, C2 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 2 വന്നിട്ടുണ്ട് അല്ലെ. ബാക്കിയുള്ളവർക്കൊക്കെ 2 പേര് വന്നിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ളവർക്കൊന്നും 2 പേര് വന്നിട്ടില്ല. C2ൽ എന്തുണ്ട്, C2 എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി 2 പേര് വന്നിട്ടുണ്ട്. കൂടാതെ O4 2- എന്ന് പറഞ്ഞ ചാർജും ഉണ്ട്. അപ്പൊ അവിടെ 2 ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ അതായിരിക്കും എന്ത്, അവിടുത്തെ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ട് വരിക. ഓക്കെ, ആൻസർ സി ആണ്. C2O4 2- എന്ന് പറയും. C2O4 2-. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ എല്ലാ ലിഗാൻഡ്സിന്റെയും എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വിട്ടതായിരുന്നു ഇത്. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്താണ്, ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസും പഠിക്കണം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഐസോമർസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, എക്സാമ്പിൾസ് കൂടുതലും പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, അതിന്റെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 ടൈപ്പ് ഓഫ് ലിഗാൻഡ്. ഒരൊറ്റ ടൈപ്പ്. ഹോമോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്, ഒരേപോലെ അല്ലെ. ഹോമോ എന്ന് പറയുന്നത് ഒരേപോലെ എന്നാണ് അതിന്റെ ആ വാക്കിന്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഓൺലി 1 ടൈപ്പ് ഓഫ് ലിഗാൻഡ്, അതാണ് ഹോമോലെപ്റ്റിക് ലിഗാൻഡ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ ഇവിടെ ദേവ കിരൺ ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ, എന്താണ് CONH3 6 ടൈംസ് അല്ലെ. ഇവിടെ NH3 6 ടൈംസ് ആണ്, ഇവിടെ CN 6 ടൈംസ് ആണ്, അവിടെ ഇവിടെ C4 4 ടൈംസ് ആണ്. എല്ലാത്തിലും ഒരൊറ്റ ലിഗാൻഡ് ഉള്ളൂ, ഒരൊറ്റ ടൈപ്പ് ഓഫ് ലിഗാൻഡേ ഉള്ളൂ. അത്തരം പേരെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹോമോലെപ്റ്റിക് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹെറ്ററോലെപ്റ്റിക്കിലേക്ക് വരുമ്പോൾ നോക്കി എത്ര ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ട്. NH3 ഉണ്ട്, ക്ലോറിനും ഉണ്ട് അല്ലെ. ഇവിടെയും NH3 ഉണ്ട്, ക്ലോറിനും ഉണ്ട് ഇല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ട്. മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് അവിടെ ഉണ്ട്. മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ അവരെ ഹെറ്ററോലെപ്റ്റിക് എന്നും, ഒരൊറ്റ ടൈപ്പ് സെയിം ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഹോമോലെപ്റ്റിക് എന്നും വിളിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി, എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ മക്കളെ? പഠിപ്പിച്ചത് ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് കോർഡിനേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ അയോൺ ഇൻ ദ ഫോളോയിങ് കോംപ്ലക്സ്. എന്താ മക്കളെ, എന്താണ് ഓക്സിഡേഷൻ നമ്പർ? എന്താ നമുക്ക് മനസ്സിലായി. കോർഡിനേഷൻ നമ്പർ എന്താ? കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. എത്ര ലിഗാൻഡ്സ്, എന്താണ്, എത്ര ലിഗാൻഡ്സ് ആണ് ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആ നമ്പറിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. എന്താണ്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എത്ര ലിഗാൻഡ്സ് ഉണ്ടോ അതായിരിക്കും കോർഡിനേഷൻ നമ്പർ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കോബാൾട്ടിലേക്ക് എത്ര പേരെ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? 6 NH3 ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതിലേക്ക്? കോബാൾട്ട് എന്ന് പറയുന്ന സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ആണല്ലോ. സോ എന്തായിരിക്കും ഇതിന്റെ കോർഡിനേഷൻ നമ്പർ വരുന്നത്? 6 ആയിരിക്കും. ക്ലിയർ ആണോ? അതായത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര ലിഗാൻഡ്സ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നോ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോർഡിനേഷൻ നമ്പർ. ഇപ്പൊ കോബാൾട്ടിലേക്ക് NH3 6 NH3 ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക്. സോ എന്തായിരിക്കും ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്? 6 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാലോ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? കോബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുവാണ്? NH3 എന്താണ് ഇത്, ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ നാക്ക്
കിട്ടുള്ളൂ. നമ്മൾ ഒറ്റ പ്രാവശ്യം ചെയ്ത് മനസ്സിലായി അവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് ഡൗട്ട്സ് തോന്നും. അതുകൊണ്ട് ഓരോ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം, NH3 എന്താണ് 0 ആയിരിക്കും അല്ലെ, എന്താണ് ന്യൂട്രൽ ആണ്, സോ 0 ആണ്. ക്ലോറിൻ ആണ് പിന്നുള്ളത്. ക്ലോറിൻ ഇവിടെ എന്താണ് 3 ക്ലോറിൻ ഉണ്ട്, സോ 3 × -1 3 ആണ്, -3. അങ്ങനെയാണെങ്കിൽ കൊബാൾട്ട് ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ എന്താണ് -3 തന്നെ കിട്ടും. കൊബാൾട്ട് എന്തായിരിക്കും +3 ആയിരിക്കും ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? +3 ആണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, യെസ്. ഇനി നമ്മളോട് ഇതിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പേര് കൊടുക്കാം മക്കളെ? ഇതിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? അതായത് ആദ്യം ലിഗാൻഡ്സിന്റെ പേര് കൊടുക്കണം അല്ലെ. ആദ്യം കോർഡിനേഷൻ സ്ഫിയർ വന്നിരിക്കുന്നത് ആദ്യം ലിഗാൻഡ് എടുത്തു. ലിഗാൻഡ് എന്താണ്, അമീൻസ് ആണ്. 6 അമീൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെന്ന് കൊടുത്തു, ഹെക്സാ അമീൻ അല്ലെ. ഹെക്സാ അമീൻ എന്താണ്, ഇനി കൊബാൾട്ട് അല്ലെ, കൊബാൾട്ട് കൊടുത്തു. ഇത് കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ? കാറ്റയോണിക് ആണെന്നുള്ളവരെ 1 കാണിക്കുക, ആനയോണിക് ആണെന്നുള്ളവർ 2 കാണിക്കുക. കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ മക്കളെ? കാറ്റയോണിക് ആണെങ്കിൽ 1 കാണിക്കുക, ആനയോണിക് ആണെങ്കിൽ 2 കാണിക്കുക. പറ. ചിലര് മാത്രം 1 കാണിക്കുന്നുണ്ട്, ചിലര് ഇത് എന്താ സംഭവം അല്ലെ. ഇതാ കാറ്റയോണിക് ആണ്. ആദ്യം കോംപ്ലക്സ് പാർട്ട് വന്നു കഴിഞ്ഞാൽ അത് കാറ്റയോണിക് ആണ്. ആദ്യം നോൺ കോംപ്ലക്സ് പാർട്ട് ആണ് വരുന്നതെങ്കിൽ അതെന്താണ്, ആനിയോണിക് ആണ്. കേട്ടോ? ആനിയോണിക്കിൽ എന്ത് ചെയ്യണം, സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ അവസാനം കൊണ്ടുവന്നിട്ട് ATE ചേർത്ത് എഴുതണം ആനിയോണിക്കിൽ. ഓക്കെ, ഇത് കാറ്റയോണിക് ആണ്. അതുകൊണ്ട് ഹെക്സാ അമീൻ കൊബാൾട്ട അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് 3 ആയതുകൊണ്ട് റോമൻ ലെറ്ററിൽ നമ്മൾ 3 എന്ന് കാണിച്ചു. ഇനി എന്ത് ചെയ്യണം, ട്രൈക്ലോറൈഡ് 3 ക്ലോറിൻ ഉള്ളത് കൊണ്ട് എന്താണ് ട്രൈക്ലോറൈഡ് എന്ന് എഴുതണം. ക്ലിയർ ആണോ മക്കളെ? ഹെക്സാ അമീൻ കൊബാൾട്ട് 3 ട്രൈക്ലോറൈഡ്, ഇതാണ് ഇതിന്റെ എന്താ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ആണോ? ഓക്കെ, വല്ല മനസ്സിലായിട്ടാണ് ഇരിക്കുന്നതാവോ അല്ലെ. അവസാന മുഹൂർത്തത്തിലായതുകൊണ്ട് കുറെ പേര്, ഇപ്പൊ ഞാനും +2 കഴിഞ്ഞുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അവസാനം ചെന്നിട്ട് എന്തെങ്കിലും ടീച്ചർ, ആ ടീച്ചറിന്റെ ആത്മാർത്ഥ കാരണം ആ ടീച്ചർ എന്തായാലും എടുത്തു തരുന്നതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ സംഭവം ഒന്നും മനസ്സിലാവില്ല. നമ്മളായിട്ട് ഇനി ആ ടീച്ചറിനെ ഇടങ്ങേറാക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യില്ല, ഒന്നും ചോദിക്കില്ല. സീറേ ശരിയാണ്, എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് തലയാട്ടിരിക്കും. അതുപോലെ ഇരിക്കുന്നവരാണോ കൂടുതൽ പേരില്? ആണോ? ചിലരൊക്കെ ഇരുന്ന് കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട്. മറ്റേ നമ്മുടെ കോന്നമംഗലംകാരനൊക്കെ ഇരിപ്പുണ്ടല്ലോ, ബസ്സിലിങ്ങനെ ഇരിപ്പുണ്ട്. ശരിയാണ് സാർ, ഇനി സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞങ്ങൾ. സാർ എന്തായാലും എടുത്തു നോക്കോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ ഫോർമുലാസ് ഫോർ ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എന്താണ്, പേര് തന്നിട്ട് സ്ട്രക്ചർ എഴുതാൻ പറയും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ടെട്രാ അമീൻ അക്വാ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഓക്കെ, അതെന്താണ്, ഒരു കാറ്റയോണിക്ക. കാരണം എന്താണ്, കൊബാൾട്ട് കഴിഞ്ഞിട്ട് ATE ഉണ്ടോ, കൊബാൾട്ടേറ്റ് എന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമുക്ക് മനസ്സിലായി എന്താണ്, അത് കാറ്റയോണിക്ക. പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സൈഡോ സിങ്കേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ, അതിൽ നമുക്ക് മനസ്സിലായ അതെന്താണ്, ആനിയോണിക്ക. കാരണം സിങ്കേറ്റ് എന്ന് അവസാനിച്ചിട്ടുണ്ട്. സോ എന്താണ്, ആദ്യം കോംപ്ലക്സ് പാർട്ടായ പൊട്ടാസ്യം വരുന്നുണ്ട്, അതിനുശേഷമാണ് എന്ത് വരുന്നത്, ലിങ്കേ അല്ലെ. അതിനുശേഷമാണ് കോർഡിനേഷൻ സ്ഫിയർ വരുന്നത്. അപ്പൊ പേര് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, ടെട്രാ അമീൻ അക്വാ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇപ്പൊ ടെട്രാ അമീൻ എന്ന് പറയുമ്പോൾ ലിഗാൻഡ് നമുക്ക് കിട്ടി, 4 അമീൻസ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, വരയ്ക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ NH3, നമുക്ക് NH3 എത്ര ടൈംസ് ഉണ്ട്, ടെട്രാ 4 ടൈംസ് ഉണ്ടെന്ന് കിട്ടി. അപ്പൊ 4 എന്നങ്ങ് എഴുതി, പരിപാടി അവിടെ തീർന്നല്ലോ, അവരുടെ കാര്യം തീർപ്പായി. അക്വാ ക്ലോറിഡോ അല്ലെ, എന്താണ്, അതിന് ശേഷം എന്തുണ്ട്, H2O ഉണ്ട് അല്ലെ. അക്വ, വെറും അക്വ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എന്താണ് ഒരു H2O ഉള്ളതെന്ന് മനസ്സിലായി. ക്ലോറിഡോ അല്ലെ, അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ വേറെ എന്താണ്, ഒരു സീലുണ്ട്. ഡൈക്ലോറിഡോ എന്നൊന്നും പറയാത്തതുകൊണ്ട് ഒറ്റ സീലുള്ളൂ, സോ ക്ലോറിഡോ സീൽ എഴുതി. ഇനി കൊബാൾട്ട് അല്ലെ, കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, അതിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് കൊബാൾട്ട് എഴുതി. ഓക്കെ, അവിടെ കോർഡിനേഷൻ സ്ഫിയർ എന്ത് ചെയ്തു, അവസാനിച്ചു. ഇനി അടുത്ത ആരാണ്, ക്ലോറൈഡ് അല്ലെ, Cl2. ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, Cl2. മനസ്സിലായോ? ക്ലിയർ ആണോ? ഡൈ? ഓക്കെ, ഇങ്ങനെയാണ് പേര് എഴുതേണ്ടത്. അടുത്തതിലേക്ക് വരുമ്പോ പൊട്ടാസ്യത്തിൽ തുടങ്ങി. അപ്പൊ നമ്മൾ മനസ്സിലായി എന്താണ്, അതൊരു കാറ്റയോണിക്ക അല്ലെ. പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ കാറ്റയോണിക് ആണ്. ഓക്കെ, അത് K2 ആണോ എന്നറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ സിങ്കേറ്റ് കഴിഞ്ഞിട്ട് 2 വന്നിട്ടില്ലേ, സിങ്കേറ്റ് കഴിഞ്ഞിട്ട് 2 വന്നിട്ടില്ലേ മക്കളെ? 2 വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, K2 ആയിരിക്കും. പരിപാടി കയറും. ഓക്കെ, 3 ആയിരുന്നെങ്കിലോ അതവിടെ എന്ത് വരുമായിരുന്നു,
K3 വരുവാണ്. 2 ആണെങ്കിൽ K2. ഇതൊരു എളുപ്പവഴി പറഞ്ഞു കേട്ടോ, സയന്റിഫിക് ആയിട്ടുള്ള വഴിയൊന്നും അല്ല, എളുപ്പവഴി പറഞ്ഞു തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. K2 വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാ മനസ്സിലാക്കുക? ഇവിടെ സിങ്കേറ്റ് എന്നിട്ട് 2 ആണെങ്കിൽ ഇവിടെ K2 എന്ന് എഴുതുക, സിങ്കേറ്റ് എന്നിട്ട് 3 ആണെങ്കിൽ എന്തെന്ന് എഴുതുക? K3 എന്ന് എഴുതുക. ഓക്കെ, എളുപ്പവഴി പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പൊ പൊട്ടാസ്യം K2. അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുക? കോർഡിനേഷൻ സ്ഫിയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ കോർഡിനേഷൻ സ്ഫിയറിൽ ടെട്രാ ഹൈഡ്രോക്സൈഡോ എന്ന് പറഞ്ഞാലും ശരിയാണ്, ടെട്രാ ഹൈഡ്രോക്സൈഡോ എന്ന് പറഞ്ഞാലും ശരിയാണ്, രണ്ടും പറയാം. ഹൈഡ്രോക്സോ എന്ന് പറഞ്ഞാലും ഹൈഡ്രോക്സൈഡോ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഹൈഡ്രോക്സൈഡോ എന്ന് വെച്ചാൽ ഏതാ? OH മൈനസ് അല്ലെ, OH ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? OH നെ എഴുതി. ടെട്ര എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി 4 പേരുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി സിങ്കേറ്റ് അല്ലെ, അപ്പൊ മനസ്സിലായി എന്താണ്? സിങ്ക് ആണ്. കാരണം സിങ്കേറ്റ് എന്ന് പറയാൻ കാരണം ആനിയോണിക് ആയതുകൊണ്ടാണ് എന്ത് ATE കൂട്ടി പറഞ്ഞത് സിങ്കേറ്റ്. ഓക്കെ, അവിടെ പരിപാടി ചേർന്നു. ക്ലിയർ ആണോ മക്കളെ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഈ പേര് കൊടുത്താൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് വരാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എവിടെ ഡൗട്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള പേരുകൾ കൊടുക്കാനും പഠിക്കുക. നെയിമിങ് എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഒരു 2 മാർക്ക് നിങ്ങൾക്ക് ലാവിഷായിട്ട് മേടിക്കാൻ പറ്റും നെയിമിങ് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നെയിമിങ് പഠിക്കുക. ഇതിന്റെ ആൻസർ എന്തായിരുന്നു? ആദ്യം മുതൽ വേണമെങ്കിൽ സ്ലൈഡിൽ കിട്ടണം എന്നുള്ളവർക്ക് വേണ്ടി കാണിക്കുവാണ്. സോറി, ആൻസർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. കോർഡിനേഷൻ നമ്പർ ഞാൻ പറഞ്ഞു ഡയറക്റ്റ്, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന നമ്പർ ഓഫ് ലിഗാൻസിന്റെ എണ്ണം നോക്കിയാൽ മതി. അതായിരിക്കും എന്താ? കോർഡിനേഷൻ നമ്പർ. അത് അവിടെ NH3 6 ടൈംസ് എന്നുണ്ടായിരുന്നു. സോ എന്താണ്? 6 ആണ് അതിന്റെ എന്താ കോർഡിനേഷൻ നമ്പർ. പേര് കൊടുത്തായിരുന്നു അല്ലെ? CONH3 4 ടൈംസ് H2O Cl2 എന്ന് കൊടുത്തായിരുന്നു. K2 സിങ്ക് OH 4 ടൈംസ്. നമ്മൾ പേര് തന്നിട്ട് കോമ്പൗണ്ട് എഴുതാൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ ഫിഗർ ടു സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹെഡ്രൽ. വളരെ ഇമ്പോർട്ടന്റ്, ഒക്ടാഹെഡ്രലും ടെട്രാഹെഡ്രലും മാറി മാറി ചോദിക്കാറുള്ളതാണ്. ഇനി അതിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്? ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്താണെന്ന്. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ ആണ് വരുന്നത്. Spectrochemical series. It is a series in which the various ligands are arranged in the increasing order of their field strength. എന്താണ്? അവരുടെ ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടല്ലോ. ഓക്കെ, അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്ട്രെങ്തിനെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എന്താണ് സീരീസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് D&F ബ്ലോക്ക് ആണ്. ഇൻഓർഗാനിക് എടുക്കുമ്പോൾ D&F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ഇനിയും എടുത്തു തരണോ? D&F ബ്ലോക്ക് എലമെന്റ്സ് ഒരിക്കൽ കൂടി പറഞ്ഞു പോകണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവീശാം. D&F ബ്ലോക്ക് എലമെന്റ്സ് ഒന്നും കൂടി സാറൊന്ന് എടുത്ത് പോകണം. ഓക്കെ, കുറച്ച് പേര് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റിന് ബ്രേക്ക് വരും. ഒറ്റ മിനിറ്റ് ബ്രേക്ക് എന്ന് വെച്ചാൽ എണീറ്റ് പോകാനുള്ള ബ്രേക്ക് അല്ല, ജസ്റ്റ് ഒന്ന് ഇപ്പൊ പഠിപ്പിച്ചതൊന്ന് എന്ത് ചെയ്യുക? ഓടിച്ചൊന്ന് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ ആവശ്യമുള്ളതൊന്ന് ഓടിച്ച് നോക്കുക. അതിനുവേണ്ടി 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വരൂട്ടോ. ആരും എണീറ്റ് പോകേണ്ട, ബ്രേക്ക് ഒന്നും അല്ല. യെസ് മക്കളെ, ഇപ്പൊ D&F ബ്ലോക്ക് എലമെന്റ്സ് പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറയാം. കാരണം അവസാനം ആകുമ്പോൾ കുറെ പേരൊക്കെ ഇറങ്ങി പോകും, ചാടി ഇറങ്ങി ഓടി പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കിയിട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാണോ രാവിലെയാണോ എക്സാം? ഉച്ച കഴിഞ്ഞാണോ?
ഉച്ച കഴിഞ്ഞാണെങ്കിൽ 1 കാണിക്കാം, രാവിലെ ആണെങ്കിൽ 2 കാണിക്കാം. രാവിലെയാണ് അല്ലേ എക്സാം, അപ്പോൾ ഒത്തിരി നോക്കാനും ടൈമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സാമിന് പോണതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ഓരോ ചാപ്റ്റേഴ്സും നോക്കേണ്ട കേസിനെ പറഞ്ഞുതരാം. സൊല്യൂഷൻസും ആണ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഹെൻറീസ് ലോ പഠിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷനും പഠിക്കണം. ഓക്കെ, ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കാതെ പോകരുത്. റൗൾട്ട്സ് ലോയും പഠിക്കുക. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷനിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് എന്തായാലും ചോദിക്കാറുള്ളതാണ് എല്ലാ എക്സാമിനും. എന്തായാലും അത് നീറ്റായിട്ട് വരയ്ക്കാൻ പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, അത് നല്ല സെറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്നും ചോദിക്കൂടാ, ഇന്നും ചോദിക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് എന്ത് ചെയ്യണം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, കാരണം എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കാറുണ്ട്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചുള്ള ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. അത് കൂടുതലും ചോദിച്ചു കാണുന്നത് ഇന്നലെ ഞാൻ പഠിപ്പിച്ചില്ലേ, ഓസ്മോട്ടിക് പ്രഷർ പഠിപ്പിച്ചില്ലേ, അവിടെ നിന്നാണ് പ്രോബ്ലം ചോദിക്കാറുള്ളത്. പ്രോബ്ലം ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ പേടിക്കണ്ട, ഇനി അത് പഠിക്കാൻ ഇനി സമയം കളയണ്ട. എന്ത് ചെയ്യുക, അതിന്റെ ഇക്വേഷൻ എങ്കിലും പഠിച്ചിട്ട് പോവുക. ആ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിന്റെ കേസ് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അതിന്റെ ഇക്വേഷൻസും നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഐസോടോണിക്, ഹൈപ്പോടോണിക്, ഹൈപ്പർടോണിക്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത്രയും കേസുകളാണ് മെയിൻ ആയിട്ട് സൊല്യൂഷൻസിന്റെ ചാപ്റ്ററിന് എപ്പോഴും ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി, നേൺസ് ഇക്വേഷൻ പഠിച്ചിട്ട് പോകണം കേട്ടോ. നേൺസ് ഇക്വേഷൻ പഠിച്ചിട്ട് പോകണം. സെൽ റെപ്രസെന്റേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ് സെൽ റെപ്രസെന്റേഷൻ ചെയ്യാൻ. അത് പഠിച്ചിട്ട് വേണം പോകാൻ. പ്രോബ്ലം ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം പ്രോബ്ലം ഒക്കെ എന്താണ്, അത്യാവശ്യം നല്ലോണം പഠിച്ചവർക്കാണ് പിന്നെയും പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇക്വേഷൻസ് പഠിച്ചിട്ട് പോകാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ചോദിക്കുന്നതാണ് ഫ്യൂവൽ സെല്ല്. ഫ്യൂവൽ സെല്ല് ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷൻസ് പഠിക്കണം. ഫ്യൂവൽ സെല്ല്, റെസ്റ്റിംഗ് ഓഫ് അയൺ ഇല്ലേ, റെസ്റ്റിംഗ് ഓഫ് അയൺ, അതിൽ നിന്നും ഇക്വേഷൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. റെസ്റ്റിംഗ് ഓഫ് അയണിന്റെ ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ, ഇത് പഠിച്ചോളണം. ഇത് പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. റെസ്റ്റിംഗ് ഓഫ് അയൺ, കൊറോഷന്റെ ഭാഗത്ത് നിന്ന് ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹൗ ടു പ്രിവെന്റ് കൊറോഷൻ ഓഫ് മെറ്റൽസ് ചോദിക്കാറുള്ളതാണ്, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നെ സെക്കൻഡറി ആൻഡ് പ്രൈമറി സെൽസ് അല്ലെ, പ്രൈമറി സെക്കൻഡറി സെൽസ് ഉണ്ടല്ലോ, അതും എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകാൻ. H2O2 ഫ്യൂവൽ സെല്ല്, ഇതിന്റെ റിയാക്ഷൻസ് അടക്കം അതിന്റെ അഡ്വാൻറ്റേജസ് അടക്കം എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇലക്ട്രോ കെമിസ്ട്രി ഏകദേശം അവിടെ എന്താകും, സെറ്റ് ആകും. ഓക്കെ, പിന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇല്ലേ, അതായത് കമ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്ന അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും 0 വോൾട്ട് ആയിരിക്കും. അതും എന്ത് ചെയ്തേക്കുക, അറിഞ്ഞിരുന്നേക്കുക. അതാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ളൂ. പിന്നെ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ കൈനറ്റിക്സ്. ഇന്നലെ സഞ്ജയ് സാർ എടുത്ത് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസും ചോദിക്കാറില്ല. ഓർഡർ ഓഫ് റിയാക്ഷൻ ചോദിക്കാറുണ്ട് എപ്പോഴും. മോളിക്കുലാരിറ്റി ഭാഗം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹാഫ് ലൈഫും എന്താണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പഠിക്കുക. പിന്നെ D&F ബ്ലോക്ക്, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, അത് നമ്മളിപ്പോൾ എന്താണ് D&F ബ്ലോക്ക് ഇപ്പോൾ പഠിക്കും. അപ്പൊ ഞാൻ അത് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ സംഭവമില്ലേ, അത്രയും പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം കോർഡിനേഷൻ കോമ്പൗണ്ട്സും ക്ലിയർ ആണ്. പിന്നെ ഓർഗാനിക് എന്താണ്, നെയ്മഡ് റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ്. നെയ്മഡ് റിയാക്ഷൻ, കാനിസാരോ അല്ലെ, സാൻമോസ് റിയാക്ഷൻ, ഗെറ്റർമാൻസ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞുള്ള എല്ലാ നെയ്മഡ് റിയാക്ഷൻസിനും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നെയ്മഡ് റിയാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. മറ്റുള്ള റിയാക്ഷൻസ് ഇപ്പൊ അവിടെ വിട്ടേക്കുക. നെയ്മഡ് റിയാക്ഷൻസ് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ എനിക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാനുള്ളൂ. അത്രയും ഭാഗം പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്കൊരു A+ കിട്ടും. ഓക്കെ, ഇത്രയും ഞങ്ങൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ A+ കിട്ടും. ഇനി ഈ 2 ക്ലാസ്സിലും കയറി ഇരുന്നവർക്ക് എന്തായാലും ജയിച്ചിരിക്കും കെമിസ്ട്രി, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചിട്ട് പോവുക. നമുക്ക് D&F ബ്ലോക്ക് എലമെന്റ്സ് കുറച്ച് പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അത് എടുത്തു തരുന്നത്. D&F ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കേസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഒരു കാരണവശാലും വിട്ട് കളയരുത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതിന്റെ റീസൺ, കാരണം ഞാൻ ഇത് വീണ്ടും എടുത്ത് തരുന്നത് ഇനി ഫൈനൽ എക്സാംസിനൊന്നും ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഈ പോർഷൻസ് എടുത്ത് തരാൻ പറ്റില്ല. ഓക്കെ, ഫൈനൽ എക്സാംസിന് കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഓർഗാനിക്സിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്രയും ക്ലിയർ ആയിട്ട് എടുത്തു തരുന്നത്. അപ്പൊ ഇതങ്ങ് ഇപ്പൊ തന്നെ പഠിച്ചു നോക്കുക. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, അതിന്റെ ഉള്ള കാരണം ചോദിക്കാറുണ്ട്, അതിന്റെ കോൺസിക്വൻസസും ചോദിക്കാറുണ്ട്. 3 ഇമ്പോർട്ടന്റ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്,
റീസൺ ചോദിക്കാറുണ്ട്, അതിന്റെ കോൺസിക്വൻസസും ചോദിക്കാറുണ്ട്. എന്താണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്താ നമുക്കറിയാലോ. ലാന്തനൈഡ്സ് അറ്റോമിക് റേഡിയ ആൻഡ് അയോണിക് റേഡിയ ഡിക്രീസ് റെഗുലർലി ഫ്രം ലാന്തനം ടു ലുട്ടീഷ്യം. അതായത് എന്താണ്, അറ്റോമിക് റേഡിയം അയോണിക് റേഡിയം ഒക്കെ എന്താണ് ലാന്തനോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. ആ ലാന്തനോയിഡ്സിലെ ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയും അങ്ങ് പോയി കഴിയുമ്പോൾ എന്താണ്, ഇൻക്രീസിംഗ് ദ അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയം ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ റെഗുലർ ഡിക്രീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഇതിന്റെ കാരണം പറയുന്നത് നമുക്കറിയാം, പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരും തോറും ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. ഓക്കെ, പീരീഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരും തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കാനുള്ള ആ ന്യൂക്ലിയസിന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂക്ലിയർ ചാർജ്. മനസ്സിലായോ? അതായത് ഇലക്ട്രോൺസിന് എന്താണ് വലിച്ചു പിടിക്കാനുള്ള ആ ഒരു പവറാണ്, ആ പവറിനെ ന്യൂക്ലിയർ ചാർജ്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് പരമാവധി എന്ത് ചെയ്യും, പിടിച്ചു വലിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സർക്കിൾ എന്ത് ചെയ്യും, ചെറുതാകും. ശരിയല്ലേ? ആ സർക്കിൾ എന്ത് ചെയ്യും, ചെറുതാവും. അറ്റോമിക് റേഡിയായി അല്ലെ, ആ റേഡിയസ് എന്ത് ചെയ്യുകയാണ്, ചെറുതായി വരും. അതാണ് അതിനുള്ള കാരണമായിട്ട് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇത് രണ്ടും, ഈ രണ്ട് കാര്യം എഴുതി വെച്ചാൽ അതിനുള്ള മാർക്കായി. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഗ്രാഫ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് എന്തിനാ കാണിക്കുന്നത്, ഇത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാണിക്കുന്നതാണ്. നോക്കിക്കേ, ലാന്തനമാണ് LA, അവസാനം നിൽക്കുന്ന ലുട്ടീഷ്യമാണ് LU. ഓക്കെ, ലാന്തനോയിഡ് കോൺട്രാക്ഷനെ കാണിക്കുന്ന ഗ്രാഫാണിത്. മനസ്സിലായ? അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുവാണ്, പക്ഷെ എന്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അയോണിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിന്റെ കോൺസിക്വൻസസ് പറയുന്ന, ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് റോ ഓഫ് ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയ. എന്താണ്, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം സെക്കൻഡ് റോയിലും തേർഡ് റോയിലും നിൽക്കുന്നവര്, ഓക്കെ, ട്രാൻസിഷൻ സീരീസിൽ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും നിൽക്കുന്ന എലമെന്റ്സിന്റെ റേഡിയസ് എന്താണ്, ഒരേപോലെ തോന്നിക്കും. ഓക്കെ, സെയിം റേഡിയസിലാണ് നിൽക്കുന്നത്. അങ്ങനെ സെയിം റേഡിയസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പറയുക, ചൈനീസുകളെ കാണുമ്പോൾ നമുക്ക് എല്ലാവരും ഒരുപോലെ അല്ലെ, കൊറിയൻസിനെ കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. അതായത് ഇവരെ കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെന്ത് ചെയ്യാനാ, വേർതിരിച്ചെടുക്കാൻ, ഐസൊലേഷൻ ചെയ്യാൻ എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ നമുക്ക് അയണാണെങ്കിൽ ഇരുമ്പാണെങ്കിൽ ഇരുമ്പാണെന്നും ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ആണെന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇവരെന്താണ്, എല്ലാവരെയും കാണുമ്പോൾ എന്താണ്, ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. The basic character of their hydroxide decreases from lanthanum to lutetium. ലാന്തനത്തിന്റെ ബേസിക് ക്യാരക്ടർ ലുട്ടീഷ്യത്തെക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, ലാന്തനത്തിന്റെ ബേസിക് ക്യാരക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ, ലുട്ടീഷ്യത്തിന്റെ ബേസിക് ക്യാരക്ടർ ലാന്തനത്തെക്കാൾ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. ഓക്കെ, അറ്റോമിക് റേഡിയോ ഓഫ് ZR and HF are 160 pm and 159. വളരെ ചെറിയ രീതിയിലുള്ള എന്താണ് ഡിഫറൻസ് മാത്രമാണ് അറ്റോമിക് റേഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ആൻഡ് ദേ ഹാവ് സിമിലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഏകദേശം സിമിലർ ആയിരിക്കും. ഇതാണ് കോൺസിക്വൻസസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, റീസൺ ആൻഡ് കോൺസിക്വൻസസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളണം. ഇന്ന് ചോദിക്കണം, കാരണം ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മാഗ്നറ്റിക് ബിഹേവിയർ. ട്രാൻസിഷൻ എലമെന്റ്സ് കാണിക്കുന്ന മാഗ്നറ്റിക് ബിഹേവിയർ രണ്ട് ടൈപ്പ്, 3 ടൈപ്പ് കാണിക്കാറുണ്ട്. അതിൽ ഏതെങ്കിലും 2 ടൈപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് മക്കളെ? പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം ആൻഡ് ഫെറോമാഗ്നറ്റിസം. ഈ 3 ബിഹേവിയർ ആണ്. ഇതിൽ ഏതെങ്കിലും 2 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാം, കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റം ഓഫ് M2+ aqueous ion. ഓക്കെ, Z is 27. എപ്പോഴും ചോദിക്കാറുള്ളതാണ് മാഗ്നറ്റിക് മൊമെന്റ്. ഇത് ഫൈനൽ എക്സാമിനാണ് കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, µ √n × n+2 അല്ലെ. √n × n+2 എന്ന് പറയുന്ന ഇക്വേഷൻ കാണാൻ പറ്റും. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് കേട്ടാൽ ആ ഇക്വേഷൻ എഴുതി വെച്ചോളണം. ഓക്കെ, µ √n × n+2 എന്ന് പറയുന്ന ഇത്. ഓക്കെ, അത് n എന്താ, അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. n എന്താണ്, അൺപെയർഡ് ഇലക്ട്രോൺസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക, നമുക്ക് കോൺഫിഗറേഷൻ M2+ അയോണിന്റെ, Mn അല്ല കേട്ടോ, M2+ അയോണിന്റെ അറ്റോമിക് നമ്പർ 27 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? ആർഗൺ 18 വരെയുള്ള
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗണിൽ തീർത്തു. ബാക്കിയുള്ള 3d7 4s2 N2 പ്ലസ് അയോൺ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട് മക്കളെ? 4s2ൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി അല്ലെ? 4s2ൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി. അതായത് ആർഗൺ ഇപ്പോൾ ആർഗൺ വരെയുള്ളത് 18 1s2 2s2 2p6 3s2 3p6 എന്ന് പറഞ്ഞു വന്ന് എന്താണ് ആർഗൺ വരെ ഉള്ളവർക്ക് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സ്ക്വയർ ബ്രാക്കറ്റിൽ തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ള 3d7 4s2 അതായത് 27 എന്താണ് ബാക്കിയുള്ളത്? എന്താണ് 3d7 4s2 ആണ്. ഓക്കെ, ഇതില് നമ്മളോട് പറഞ്ഞ M2 പ്ലസ് അയോൺ M2 പ്ലസ് അയോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പ്ലസ് അയോൺ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് നഷ്ടപ്പെടുക? ഈ 4s2ൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക? നഷ്ടപ്പെടുക. 4s2ൽ നിന്നാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ ബാക്കി ആരാ ഉള്ളത്? 3d7 ഉള്ളത്. ഓക്കെ, ഈ 3d7 ആയിരിക്കും എന്തിൽ പങ്കെടുക്കുന്നത്? അത് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 3d ഓർബിറ്റൽസ് എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 1 2 3 4. ഓക്കെ, 5 പേരുണ്ട്. ഇതിൽ നമ്മൾ 7 പേരെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7. ഇനി എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് അല്ലെ? 3 അൺപെയർഡ് ഇലക്ട്രോൺസ്. ഈ 3 ആണ് എന്നിന്റെ വാല്യൂ. സോ 3 × 3 + 2 √15 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.87 bm കിട്ടും. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും എന്നിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. എവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഡൈപോൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോളണം? അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? എന്നിന്റെ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കുക. √n+2 ഇട്ട് കൊടുത്ത് അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ ഇനി അറിയില്ല, അൺപെയർഡ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് ആ ഇക്വേഷൻ എങ്കിലും √n+2 എന്ന് പറയുന്ന ഇക്വേഷൻ എങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഹാഫ് മാർക്കെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒക്കെ ക്ലിയർ ആണോ? പിന്നെ ഭയങ്കര ടഫുള്ള എക്സാംസ് ഒക്കെയാണ്, പബ്ലിക്കിന്റെ കേസായിട്ട് പറയണം. ഭയങ്കര എന്താണ് ടഫുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അറ്റൻഡ് ചെയ്ത് വെച്ചാൽ തന്നെ എന്ത് ചെയ്യും? ഫുൾ മാർക്സ് ഒക്കെ തരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്നോർത്ത് ഞാൻ ഈ പറഞ്ഞത് വെച്ചാൽ അങ്ങനെ ലിബറൊന്നും ആവില്ല, അതോർത്ത് പോകരുത്. ഓക്കെ, ഭയങ്കര ടഫൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് അവർ പറയും ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തോളാൻ പറയും. ഓക്കെ, അത് പബ്ലിക്കിന്, ഇപ്പോഴല്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡു യു പ്രിപ്പയർ K2Cr2O7 ഫ്രം ക്രോമൈറ്റ് ഓർ? ഞാൻ ചോദിച്ചായിരുന്നു ഏത് ഓർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളതെന്ന് 2 വട്ടം ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാ ഓർ എന്നറിയാം മക്കളെ? ക്രോമൈറ്റ് ഓർ ആണ്. ക്രോമൈറ്റ് ഓർ എന്ന് എഴുതുമോ അല്ലെങ്കിൽ അതിന് കെമിക്കൽ ഫോർമുല എഴുതിയാലും മാർക്ക് കിട്ടും. കെമിക്കൽ ഫോർമുല FeCr2O4 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് അറിയാലോ. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കൺവേർഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ ടു സോഡിയം ക്രോമേറ്റ്. എന്താണ്? ക്രോമേറ്റ് ഓറിനെ സോഡിയം ക്രോമേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആദ്യം കൺവേർട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് എന്ത് സ്റ്റെപ്പായിട്ട് പറയുന്നത്. അതായത് നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ, ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചാൽ മാർക്ക് കുറയും. ഓക്കെ, വേണ്ടത് എന്താണ്? റിയാക്ഷൻസ് എഴുതി പഠിക്കണം. ഓക്കെ, ആദ്യം ക്രോമേറ്റ് ഓറിനെ എടുത്തു. എന്താണ്? FeCr2O4 എടുത്തു. എന്നിട്ട് എന്ത് എടുത്തു? സോഡിയം കാർബണേറ്റ് എടുത്തു. ഇതിന് രണ്ടും ഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ എന്തായി മാറും? Na2Cr4 സോഡിയം ക്രോമേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. കൂടാതെ Fe2O3 കിട്ടും, 8CO2. ഇത് ബാലൻസ്ഡ് ചെയ്യുമ്പോഴാണ് 4 FeCr2O4 ഉം 8 Na2CO3 plus 7 O2 gives 8 Na2Cr4 plus 2 Fe2O3 plus 8 CO2. ഇത് ക്ലിയർ ആയിട്ട് അതുപോലെ പഠിക്കണം. മനസ്സിലായോ? ക്ലിയർ ആയിട്ട് എഴുതി പഠിക്കണമായിരുന്നു. ഇനിയിപ്പോൾ എഴുതി പഠിക്കാൻ സമയം കിട്ടില്ല അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോഡിയം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓർ ഏതാണ്? ആ ഓർ ഏതാ മക്കളെ? FeCr2O4 ആണ്. ആ ഓർ FeCr2O4 ആണ്. അത് പഠിച്ചു വയ്ക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. പിന്നെ എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതിനെ അസിഡിഫിക്കേഷൻ നടത്തുവാണ്. അതായത് സോഡിയം ഡൈക്രോമേറ്റിനെ Na2Cr4 2 Na2Cr4നെ അസിഡിഫിക്കേഷൻ, ആസിഡ് ആഡ് ചെയ്തു. ആസിഡ് എന്ന് പറയുമ്പോൾ അറിയാം, അരേനിയസ് തിയറി പ്രകാരം എന്താണ്? H+ അയോൺസിന് കൊടുക്കുന്ന ഒരു ആസിഡ് ആയിരിക്കും. സോ 2H+ എന്തായി മാറും? സോഡിയം ഡൈക്രോമേറ്റ് Na2Cr2O7 plus 2Na plus H2O. ഇതിനെ നമ്മൾ, അതായത് Na2Cr2O7 സോഡിയം ഡൈക്രോമേറ്റിനെ നമ്മൾ KCl പൊട്ടാസ്യം ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് എന്തായിട്ട് കിട്ടും? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് കിട്ടും.
ഈ 3 സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. 3 സ്റ്റെപ്പും റിയാക്ഷൻസ് വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, നെക്സ്റ്റ് question. Transition elements are used as catalysts in many reactions. What are the reasons for this catalytic property? Transition metals പല റിയാക്ഷൻ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റീസൺസ് ലാർജ് സർഫസ് ഏരിയ. ഒന്നാമത്തെ റീസൺ ആണ് ലാർജ് സർഫസ് ഏരിയ. രണ്ടാമത്തെ റീസൺ എബിലിറ്റി ടു ഫോം കോംപ്ലക്സ് അല്ലെ. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ആരായിരുന്നു? ഡി അല്ലെ. ഡി ഓർ ബ്ലോക്കിലുള്ള എലമെന്റ്സ് ആയിരുന്നു. അടുത്ത എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഫിക്സഡ് ആയിട്ട് എന്തില്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. നമ്മൾ പറയുന്നത് ഹാലജൻസിന് ഫിക്സഡ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട് ഇല്ലേ? എത്രയാണ്? -1 ആണ്. എസ് ബ്ലോക്ക് എലമെന്റ്സിനുണ്ട് എന്താണ്? +1 +2 ഉണ്ട് അല്ലെ. അപ്പം ഓരോരുത്തരും ഫിക്സഡ് ആയിട്ടുള്ളപ്പം ഇവമാർക്ക് മാത്രം എന്തില്ല, ഫിക്സഡ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി 5th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺസ്. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ വർഷവും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അത് ഹാഫ് ഇയറിലേക്ക് ചോദിച്ചില്ലെങ്കിൽ പബ്ലിക്കിനെങ്കിലും ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ മോഡലിനെങ്കിലും ചോദിച്ചിരിക്കും. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ക്രോമേറ്റ് അയോണിന്റെയും ഡൈക്രോമേറ്റ് അയോണിന്റെയും എന്താണ് സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാറുള്ളതാണ്. വരച്ച് പഠിച്ചോളണം. ഇനിയും വരച്ച് പഠിക്കാത്തവർ ഇത് വരച്ച് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വൈ? എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ മറ്റൊരു പേരിൽ വിളിക്കുന്നതാണ് ട്രാൻസിഷൻ എലമെന്റ്സ് കേട്ടോ. അപ്പൊ അവര് എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ഐഡന്റിഫൈ ദ എലമെന്റ് ഇൻ 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസ് ദാറ്റ് എക്സ്പീരിയൻസ് ദ മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് 3D ട്രാൻസിഷൻ 4D അല്ലെങ്കിൽ 5D അല്ല പറയുന്നത്. 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസിൽ വരുന്ന എലമെന്റ്സിൽ ഏറ്റവും കൂടുതൽ 3D മെറ്റൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എന്തായിരിക്കും ഇവർ തീരുന്നത്? 3D. ഇപ്പൊ ഡി ഓർബിറ്റൽസ് ഡി എലമെന്റ്സ് എടുത്താൽ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ തന്നെ അത് 3Dയിൽ തീരുന്നവരുണ്ടാവും, 4Dയിൽ തീരുന്നവരുണ്ടാവും, 5Dയിൽ തീരുന്നവരുണ്ടാവും അല്ലെ. അതില് 3Dയിൽ തീരുന്ന എലമെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എലമെന്റ്സിൽ ഏറ്റവും കൂടുതൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് സുപരിചിതമായ ആരാണ്? മാഗ്നീസ് തന്നെയാണ്. Mn ആണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അതിന്റെ ആൻസറിലേക്കാണ് പോകുന്നത്. ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കോസ് ഓഫ് സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനർജീസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ns and n-1 d ഓർബിറ്റൽസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4sഉം 3Dയും അല്ലെ, തൊട്ടടുത്തടുത്ത് വരുന്നവരല്ലേ 4sഉം 3Dയും അല്ലെ. നമുക്ക് അറിയുമ്പോൾ നമുക്ക് 3D കഴിഞ്ഞിട്ടാണല്ലോ 4s വരണ്ടേ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. പക്ഷേ അവിടെ എനർജി കൂടുതൽ ആർക്കാണ്? 3Dക്കാണ്. 4sനെ അപേക്ഷിച്ച് 3Dക്കാണ് എനർജി കൂടുതൽ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് n+1 റൂൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ 3Dക്കാണ് 4sനേക്കാളും എന്ത് കൂടുതൽ? എനർജി കൂടുതൽ. പക്ഷെ ആ എനർജി കൂടുതൽ എന്ന് പറയാനൊന്നും ഇല്ല. എന്താ? സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. എന്താണ്? വളരെ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളൂ. ഈ nsഉം ഈ 4sഉം ഈ 3Dയും എക്സാമ്പിൾ വെച്ച് പറയാനായിട്ട് 4sഉം 3Dയും മനസ്സിലാവാൻ വേണ്ടി ഈ 4sഉം 3Dയും എന്താണ്? റിയാക്ഷൻസിൽ പങ്കെടുക്കും. മറ്റുള്ളവരൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ് മാത്രമാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഇവിടെ 3D നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവസാനത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിൽക്കുന്ന എസും ഡിയും ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4sഉം 3Dയും ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? പല റിയാക്ഷൻസിലും പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു 3D സീരീസിലെ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് മാംഗനീസ് ആണ്, Mn ആണ്. ക്ലിയർ ആണോ മക്കളെ? ഈ പറഞ്ഞു തരുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടട്ടെ കേട്ടോ. നല്ല രീതിയിൽ അതുകൊണ്ട് പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is Cr2+ reducing and Mn3+ oxidizing when both have D4 configuration? ഇവര് Cr ക്രോമിയം അതുപോലെ മാംഗനീസും എന്താണ്? D4 കോൺഫിഗറേഷൻ കാണിക്കുന്നവരാണ്. Cr2+ എന്ന് പറയുമ്പോഴും അവന്റെ അവസാനത്തെ എലമെന്റ് എന്താ കാണിക്കുന്നത്? അവന്റെ ഡി ഓർബിറ്റലില് എന്താണ്? കോൺഫിഗറേഷൻ 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. Mn3+ എന്ന് പറയുമ്പോഴും എന്താണ്? അവന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നത്? D4 കോൺഫിഗറേഷൻ വരുന്നത്. അതായത് ഡി ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ 4 തന്നെയായിരിക്കും. ഓക്കെ, പക്ഷേ രണ്ടുപേരും D4 കോൺഫിഗറേഷൻ ആണെങ്കിൽ പോലും രണ്ടുപേരുടെയും കോൺഫിഗറേഷൻ, അതായത് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ മക്കളെ? ഇപ്പൊ Cr2+ കാണിക്കുന്നത്, Cr2+ എന്ന് പറഞ്ഞാൽ 24 ആണ് ക്രോമിയം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? 25 ആണ് ആര്? മാംഗനീസ്. ഓക്കെ, അവൻ എന്താണ്?
3+ കാണിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും 24Cr2+ എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 22 പിന്നെ ഇലക്ട്രോൺസ് ഉള്ളൂ അല്ലേ? 22 ഇലക്ട്രോൺസ് ഉള്ളൂ അല്ലേ? കാരണം 24 2 ഇലക്ട്രോൺ പോയെന്നാണ് എൻ്റെ അർത്ഥം. 25 മാംഗനീസ് Mn3+ എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 നിന്ന് 3 പോയി, അപ്പോഴെന്താണ്? 22 ഇലക്ട്രോൺസ് തന്നെയാണ് കാണിക്കുന്നത്. ശരിയാണല്ലോ? ആണല്ലോ. അപ്പൊ D4 രണ്ടുപേരും ഡി ഓർബിറ്റൽസിൽ എങ്ങനെയാ വരുന്നത്? ഡി ഓർബിറ്റൽസ് 1 2 3 4 ഇങ്ങനെയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? പക്ഷെ രണ്ടും D4 കോൺഫിഗറേഷനെ കാണിക്കുന്നത്. ഇവരെ രണ്ടിനും D4 കോൺഫിഗറേഷനെ കാണിക്കുന്നത്. പക്ഷേ ഒരാൾ റെഡ്യൂസിങ് ക്യാരക്ടർ, മറ്റൊന്ന് ഓക്സിഡൈസിങ് ക്യാരക്ടറുമാണ് കാണിക്കുന്നത്. അതിനുള്ള കാരണം ഈ പറഞ്ഞത് മനസ്സിലായോ? കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? അതായത് 24 ആണ് ക്രോമിയം, 25 ആണ് മാംഗനീസ്. ക്രോമിയം എന്താണ്? 2 ഇലക്ട്രോൺ വിട്ട് കളഞ്ഞു Cr2+ന്റെ അർത്ഥം. അപ്പൊ അത് എത്ര ഇലക്ട്രോണായി മാറി? 22 ഇലക്ട്രോണായി മാറി. ഓക്കെ. 25 മാംഗനീസ് 25 ആണ് അറ്റോമിക് നമ്പർ. മാംഗനീസ് 3 ഇലക്ട്രോൺ വിട്ട് കളഞ്ഞു, അപ്പൊ എത്രയായി മാറി? അവിടെ 22 ആയി മാറി. രണ്ടുപേരുടെയും കോൺഫിഗറേഷൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്? അവസാനത്തെ ഷെല്ല് ഡി ഓർബിറ്റലിൽ 4 ഇലക്ട്രോൺസേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ. പക്ഷേ ഇതില് Cr2+ എന്താ ക്യാരക്ടർ കാണിക്കുന്നത്? റെഡ്യൂസിങ് ക്യാരക്ടർ. Mn3+ ഓക്സിഡൈസിങ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനുള്ള കാരണം പറയുന്നത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ്. ഓക്കെ. സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് എന്താ? എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്ന് എഴുതിയാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. അതായത് എനിക്ക് ഫുള്ളൊന്നും വേണ്ട സാറേ, എന്തെങ്കിലും മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ളവർക്ക്, അതായത് ഇതിന്റെ ഫുൾ മാർക്സ് ഒന്നും എനിക്ക് സ്കോർ ചെയ്യാൻ ഇനി പറ്റില്ല, ഇത് മൊത്തം ഇരുന്ന് കാണാപാഠം പഠിച്ചൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ളവരോട് പറയുകയാണ് എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണെന്ന് എഴുതി വെച്ചാൽ എന്താണ്? ഒരു മാർക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. നമുക്ക് നോക്കാം. ദിസ് ഇസ് ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് Cr3+ ആൻഡ് Mn2+ അയോൺസ്. അത്ര എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു 1/2 മാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. വെൻ Cr2+, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. വെൻ Cr2+ loses 1 electron, its configuration becomes D3 അല്ലെ? എന്താണ്? D3 ആയിട്ട് മാറും, which is equal to the half filled T2 G3 configuration. So Cr2+ readily loses electron and acts as reducing agent. When Mn3+ gains 1 electrons, oxidation അല്ലെ? അവിടെ എന്താ സംഭവിക്കുക? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാറുക, റിഡക്ഷൻ നടക്കുന്നത് അല്ലെ? അപ്പോൾ എന്ത് സംഭവിച്ചു? ഗെയിൻസ് 1 ഇലക്ട്രോൺസ്, ഇറ്റ് അറ്റൈൻസ് ദ സ്റ്റേബിൾ ഹാഫിന്റെ D5 കോൺഫിഗറേഷൻ. Mn ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടിയാൽ മതി, എന്നാൽ എന്തായി മാറും? D4 D5 ആയിട്ട് മാറും അല്ലെ? മറ്റവൻ എന്താണ്? ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എന്തായി മാറും? D3 കോൺഫിഗറേഷൻ ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇവിടെ രണ്ടു പേർക്കും എന്താ നടക്കുന്നത്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവരിത് കാണിക്കുന്നത്. വേറെ ഇതൊന്നും എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്തു വെക്കുക? ആദ്യത്തെ ദിസ് ഇസ് ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് Cr3+ ആൻഡ് Mn2+ അയോൺസ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് എന്തായാലും കിട്ടും. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് താഴത്തെ എഴുതേണ്ടേ ഉള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. സെറ്റാണോ? എല്ലാവരും ഉഷാറായിട്ടൊന്ന് കൈവശിക്കുക മക്കളെ. സെറ്റ് ആണെങ്കിൽ വെറുതെ കൈവശണ്ടാ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The atomic radii of ZR and HFR are almost identical. Justify. അറിയാം എന്താണ്? ലാന്ത്രൈഡ് കോൺട്രാക്ഷൻ കാരണമാണ് അല്ലെ? നമ്മൾ പഠിച്ചാലും ലാന്ത്രൈഡ് കോൺട്രാക്ഷന്റെ ഒരു കോൺസിക്വൻസിൽ വരുന്നതാണ് എന്ത്? സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസിലെ എലിമെന്റ്സിന്റെ അറ്റോമിക് റേഡിയ അയോണിക് റേഡിയ സിമിലർ ആവുക എന്നുള്ളത്. ഓക്കെ. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പറയുന്നത് KMnO4ന്റെ പ്രിപ്പറേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KMnO4ന്റെ പ്രിപ്പറേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. K2Cr2O7 പഠിച്ച പോലെ തന്നെ KMnO4ഉം പഠിക്കുക. എന്താ ചെയ്യേണ്ടത്? ആദ്യ സ്റ്റെപ്പിൽ എന്താണ്? MnO2 KOH ആയിട്ട് എന്ത് ചെയ്യണം? ഫ്യൂസ് ചെയ്യുകയാണ്. ഫ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞത് എന്താണ്? O2 ആയിട്ട് റിയാക്ട് ചെയ്യുക, ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. 2MnO2 + 4KOH + O2 gives 2K2MnO4 + 2H2O. പൊട്ടാസ്യം മാഗ്നേറ്റ് ആയിട്ട് മാറ്റി. ആ പൊട്ടാസ്യം മാഗ്നേറ്റിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? 3MnO4 2- + 4H+ അതെന്താക്കി മാറ്റി? പെർമാഗ്നേറ്റ് അയോൺ ആയിട്ട് മാറ്റി. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയിട്ട് മാറ്റണം. അതെന്താണ്? KCl വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ മുമ്പിലത്തെ വർഷമാണോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. D&F ബ്ലോക്ക് എലമെന്റ്സിന്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ. അതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം പഠിച്ചിട്ട് പോവുക കേട്ടോ. ഏതെങ്കിലും എളുപ്പമുള്ള 4 എണ്ണം പഠിക്കുക. നമുക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതാണ് TiO ഈസ് യൂസ്ഡ് ഫോർ ദ പിഗ്മെന്റ് ഇൻഡസ്ട്രി. പിഗ്മെന്റ് ഇൻഡസ്ട്രിയിലും
ഉപയോഗിക്കുന്ന ഒരു ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ത് TiO. അതുപോലെ തന്നെ മാംഗനീസ് ഡയോക്സൈഡ് ഫോർ ദ യൂസ് ഇൻ ദ ഡ്രൈ ബാറ്ററി സെൽസ്. Battery industry is also requires zinc and nickel in presence of cadmium. Silver UK coins are a Cu nickel alloy ആണ്. Many of the metals and their compounds are essential catalysts in the chemical industry. Vanadium pentoxide നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള vanadium pentoxide സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ TiCl4 as a part of Ziegler catalyst which is used to manufacture polythene. Iron catalyst is used in the Haber process. Haber process എല്ലാവർക്കും അറിയാമല്ലേ, N2+3H2gas2NH3 അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ പഠിച്ചാണ്. അതിൽ നമ്മൾ അയൺ Fe ആയിരുന്നു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിക്കൽ കാറ്റലിസ്റ്റ് ഹൈഡ്രജനേഷൻ ഓഫ് ഫാറ്റ്സ് ഓർഗാനിക് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നിക്കൽ കാറ്റലിസ്റ്റ് എന്താണ് ഫാറ്റ്സിന്റെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും CH2 plus H2 gives എന്താണ് അത് CH3 ആയിട്ട് മാറും. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് എന്താ nickel catalyst. In Waker process, the oxidation of ethane to ethanol is catalyzed by PdCl2. Nickel complexes are useful in the polymerization of alkynes and other organic compounds such as benzene. പിന്നെ പറയുന്നത് ഫോട്ടോഗ്രാഫിക് ഇൻഡസ്ട്രി റിലൈസ് ഓൺ ദ സ്പെഷ്യൽ ലൈറ്റ് സെൻസിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് AGBR. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും 4 പഠിച്ചിട്ട് പോവുക, ഏതെങ്കിലും 4 ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. സിമ്പിൾ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ലപോലെ പഠിച്ച് മാർക്സ് മേടിക്കാൻ പറ്റും. ഹാഫ് ഇയറിലേക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ ഓർഗാനിക്സിൽ നിന്നും ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സൊല്യൂഷൻസും ഇലക്ട്രോ കെമിസ്ട്രിയും എന്താണ് അത്യാവശ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഭാഗം വിടാതെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് നമുക്ക് പ്രോപ്പർട്ടീസ് അല്ലെ. ഏതെങ്കിലും ട്രാൻസിഷൻ എലമെന്റ്സിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് എന്തൊക്കെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള പ്രോപ്പർട്ടി അല്ലെ. ട്രാൻസിഷൻ മെറ്റൽ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദിസ് ഇസ് ബിക്കോസ് ഇൻ ദിസ് ദ എലമെന്റ്സ് D and S electrons have comparable energies. ഞാൻ പറഞ്ഞ സ്ലൈറ്റ് എനർജീസ് മാത്രമാണ് അവസാനം നിൽക്കുന്ന NS and ND ഓർബിറ്റൽസിനുള്ളൂ. അതുകൊണ്ടാണ് അവര് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെ കാണിക്കുന്നുണ്ട്, പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിസവും കാണിക്കുന്നുണ്ട്. 3 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്നത്. അതുപോലെ ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ് വെരി ഇമ്പോർട്ടന്റ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. എന്തുകൊണ്ടാണ് ഡി ഓർബിറ്റൽസ് കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതിനുള്ള കാരണം എന്താണ്, ദിസ് ഇസ് ബിക്കോസ് ദ പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്, അതല്ലെങ്കിൽ DD ട്രാൻസിഷൻ എന്ന് എഴുതിയാലും മാർക്സ് കിട്ടും. ഇനി അതല്ല പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതി വെക്കുക. കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞാൽ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ലാർജ് സർഫസ് ഏരിയ, അതുപോലെ എന്താണ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെ. നമ്മൾ അങ്ങനെ 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ KMnO4 ഈസ്. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല മക്കളെ. KMnO4ന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് KMnO4 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പൊട്ടാസ്യം +1 ആണ് അല്ലെ. കാരണം എന്താണ്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്, സോ +1 ആണ്. ഓക്കെ, എത്ര പേരുണ്ട് മക്കളെ, ഒറ്റ K ഉള്ളൂ അല്ലെ. സോ 1 × +1 അല്ലെ. പ്ലസ് മാംഗനീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അറിയില്ല, അവിടെ മാംഗനീസ് ഒരെണ്ണേ ഉള്ളൂ. സോ 1 × X പ്ലസ് എന്താണ് 4 × ഓക്സിജന്റെ എന്താണ് -2 ആണ് ഓക്സിഡേഷൻ നമ്പർ, ഈക്വൽ ടു 0. ഓക്കെ, 1 × 1 തന്നെയാണ്, പ്ലസ് 1 × X തന്നെ, പ്ലസ് 4 × -2 -8 = 0. 1 - 8 എന്ന് പറയുമ്പോൾ എത്രയാണ്, -7 പ്ലസ് X = 0, X = +7. അപ്പൊ നമുക്ക് കിട്ടി എത്രയാണ്, മാംഗനീസിന്റെ +7 ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്സിഡേഷൻ നമ്പർ ഒക്കെ ചോദിക്കും, സിമ്പിൾ ആണ് സംഭവം, പക്ഷെ ഒരു മാർക്ക് കിട്ടും കേട്ടോ. സിമ്പിൾ സാധനമാണ്, ഒരു മാർക്കിനായിട്ട് ചോദിക്കാറുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ആൻസർ +7 ആണ്. ഇനി അടുത്തത്, among the following transition elements which one has a completely filled d orbital. ഈ പറഞ്ഞിരിക്കുന്നതിലെ ഏറ്റവും കംപ്ലീറ്റ്ലി ഫിൽഡ് d orbital ഉള്ള എലമെന്റ് ഏതാണെന്നാണ്. അതൊക്കെ ഇച്ചിരി ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏജിക്കാണ് കംപ്ലീറ്റ് ഫിൽഡ് d orbital ഉള്ളത്. അങ്ങനെ അത് വലിയ കാര്യമൊന്നുമില്ല, അത് ഓർത്ത് പേടിക്കണ്ട. നെക്സ്റ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇസ് വെരി യൂസ്ഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. നെയിം ദ ഓർ. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിച്ചിരിക്കുന്നതാണ്. നെയിം ദ ഓർ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫ്രം സോഡിയം ക്രോമേറ്റ്. ഇത് വിട്ട് കളയരുത് കേട്ടോ, പഠിച്ചിട്ട് വേണം പോകാൻ. അത് നമ്മൾ പഠിച്ചതാണ്. ക്രോമേറ്റ് ഓറാണ്, Fe2CrO4 ആണ്, ക്രോമേറ്റ് ഓറാണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ആ സ്റ്റെപ്പുകൾ പഠിച്ചതാണല്ലോ,
അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. വാട്ട് ഈസ് എ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്സ്? അതിൽ ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് അറിയാം മക്കളെ? +3 ആണ്. എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ, പഠിച്ചു വെച്ചുകൊള്ളുക. ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഓക്കെ. In D block elements, the radii of elements of third transition series are similar to those of the elements of second transition series. Give reason എന്നാണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. Outer electronic configuration of Cu2 plus ion is 3d9. Calculate spin only magnetic momentum. 3d9 എന്ന് പറയുമ്പോൾ അറിയാം എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് മക്കളെ. പിന്നെ അവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്? കൈ കൊണ്ട് കാണിച്ചേ. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളൂ അല്ലേ? 3d9. കാരണം D എന്താണ്? D10 ആണ് ഫുൾഫിൽഡ് ആയിട്ട് നിൽക്കുന്നത്. 9 എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എത്ര എണ്ണം കൂടി ഫില്ല് ചെയ്യാനുള്ളൂ? ഒരെണ്ണം കൂടിയാണ് ഫില്ല് ചെയ്യാനുള്ളൂ. സോ എന്താണ്? ഒരെണ്ണമാണ് അൺപെയർഡ് ഇലക്ട്രോൺ. അങ്ങനെയാണ് ഈ മാഗ്നറ്റിക് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എന്താണ് മ്യൂസിക്കൽ ടു n × n + 1 ചെയ്ത് കഴിയുമ്പോൾ 1 × 1 + 2 ചെയ്തു 1.73 bm എന്ന് കിട്ടി. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആൻ ആറ്റം ഹാവിംഗ് D10 കോൺഫിഗറേഷൻ? D10 കോൺഫിഗറേഷൻ അതായത് ഫുൾഫിൽഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും? 0 കേട്ടോ. കാരണം എന്താണ്? അവിടെ 0 ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് മ്യൂയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ √n × n + 1 എന്ന് പറയുമ്പോൾ 0 × 0 + 1 എന്താണ്? 0. ഓക്കെ. അപ്പോൾ 0 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിച്ച് കളയാറുണ്ട് പക്ഷെ എന്നാലും പലരും. ഓക്കെ, അതുകൊണ്ട് 0 ആണ് എൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സ്കാൻഡിയം ഡസ് നോട്ട് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് യെറ്റ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. വൈ? സ്കാൻഡിയം 21ാമത്തെ എലമെന്റാ, പക്ഷേ ഇവൻ എന്തല്ല, ഇവൻ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇവന് ഫിക്സഡ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇവന് ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. ഇത് പഠിച്ചു വെച്ചോണം. എന്താണ്? പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ബിനോയ് പറയുന്നുണ്ട് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അതേസമയം മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുവാണ്. സിങ്ക് എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ട്രാൻസിഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. പക്ഷേ നമ്മൾ അവന് ഡി ബ്ലോക്ക് എലമെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നുമില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? ആബ്സെൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ് കേട്ടോ. ആബ്സെൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണ് സിങ്കിന്റെ കേസിൽ. സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, പക്ഷെ അവൻ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നുമില്ല. സിങ്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല, അവനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡി ബ്ലോക്ക് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ വേണം. അത് കാണിക്കുന്നില്ലെങ്കിൽ എന്താണ്? ആബ്സെൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, അജിത ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ക്ലിയർ എന്ന് കാണിച്ചതാണോ? ഇതെന്താ സാറേ എന്ന് കാണിച്ചതാണോ അല്ലെങ്കിൽ ക്ലിയർ എന്ന് കാണിച്ചതാണോ? ഓക്കെ, ഇനി അടുത്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലാന്തനോയിഡ് എലമെന്റ്. ഇതിലെ ലാന്തനോയിഡ് എലമെന്റ് സീറിയം, യൂറോപ്യൻ, ലുട്ടീഷ്യം എന്താണ്? ലാന്തനോയിഡ് ആണ്. പക്ഷെ തോറിയം ആക്ടിനോയിഡ് ആണ് കേട്ടോ. തോറിയം എന്താണ്? ആക്ടിനോയിഡ് എലമെന്റ് ആണ്. ഓക്കെ, ആൻസർ. ഇനി അടുത്താണ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ ജനറലി കളേർഡ്. എന്താണ്? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്താണ്? DD ട്രാൻസിഷൻ. എന്താണ്? DD ട്രാൻസിഷൻ അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാലും ശരിയാണ്. DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞാലും അതിന്റെ ആൻസർ ആയി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ KMnO4ന്റെ റിയാക്ഷൻസ് അറിയാലോ, അതെന്ത് ചെയ്യുക? പഠിക്കുക. പിന്നെ ഞാൻ അവസാനം പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു റൈറ്റ് ദ ജനറൽ ഇലക്ട്രോണിക് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. വെരി വെരി ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അടുപ്പിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്തായിരുന്നു മക്കളെ? എൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഡി ബ്ലോക്ക് ഔട്ടർ ഇലക്ട്രോണിക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ എന്തായിരുന്നു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തായിരുന്നു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ n-1 D1 to 10 ns0 to 2 എഴുതിട്ടോ. n-1 D1 to 10 ns0 to 2 ആണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? വൈ സിങ്ക് ഇസ് നോട്ട് റിഗാർഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്. ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് സിങ്കിനെ നമ്മൾ കൺസിഡർ ചെയ്യാത്തതിനുള്ള കാരണം എന്താണ്? there is no partially filled d orbitals in the ground state or in the common oxidation state of zinc. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. ഇതെന്ത് ചെയ്തോളണം? പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇത് പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോർഷൻസ് നിങ്ങൾ വിട്ടുകളയാതെ നോക്കിയിട്ട് വേണം എക്സാംസിന് പോകാൻ.
അപ്പോൾ നല്ലപോലെ എക്സാംസ് എളുപ്പമാവട്ടെ. പഠിച്ചതും അറിയാവുന്നതുമായ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് വരട്ടെ. അത് നല്ല രീതിയിൽ എഴുതി ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, കൂടാതെ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ വെച്ച് കാണാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ബൈ.